ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. എവറസ്റ്റ് കൊടുമുടി ഇത് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മറ്റൊരു കൊടുമുടിയാണ് K2. ആ വലിയ കൊടുമുടി കയറാനായിട്ട് നമ്മുടെ കഥാനായകന്റെ പീറ്ററിന്റെ അനിയത്തി ആനി ചെല്ലുകയാണ്. അവളുടെ കൂടെ തന്നെ വലിയൊരു റിച്ച് ആയിട്ടുള്ള ബിസിനസ്സുകാരുണ്ട്. ഈ കയറ്റത്തിന്റെ പിന്നിൽ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. എന്നാൽ ആ ലക്ഷ്യം കണ്ടെത്താനായിട്ട് ഇവർക്ക് പറ്റിയില്ല. വലിയൊരു അപകടം സംഭവിക്കുകയാണ്. ഒരുപാട് മുകളിലേക്ക് എത്തിയ സമയത്ത് ഒരു മഞ്ഞുഗുഹയുടെ ഉള്ളിൽ ഇവരെല്ലാവരും പെട്ടുപോകുന്നുണ്ട്. പുറത്തേക്ക് വരാനേ പറ്റുന്നില്ല. എന്നാൽ പെങ്ങള് ഇതുപോലെ പെട്ടുകിടക്കുമ്പോൾ പീറ്ററിന് നോക്കി നിൽക്കാൻ പറ്റുമോ? ഇല്ല. മര്യാദക്ക് ഈ മലൊന്ന് കയറാൻ പോലും അറിയാത്ത പീറ്റർ അവന്റെ ജീവൻ വരെ പണയപ്പെടുത്തിക്കൊണ്ട് അവന്റെ കുറച്ച് കൂട്ടുകാരുമായിട്ട് അങ്ങനെ ആ മലയിലേക്ക് പോവാണ്. അതിസാഹസികമായിട്ടുള്ള വളരെയധികം അപകടം പിടിച്ച ഒരു വല്ലാത്ത യാത്ര തന്നെ. ആ യാത്രയിൽ നമ്മുടെ പീറ്ററിന് പല കാര്യങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ കഥ കേൾക്കുകയല്ലേ, പോവുകയല്ലേ കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. കഥയുടെ ആരംഭത്തിൽ വലിയൊരു മല കാണിക്കുകയാണ്. ഈ മലയുടെ മുകളിലേക്ക് ഒരു 3-4 പേര് അങ്ങനെ കയറി പോകുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരു അച്ഛനും ഉണ്ട്, 2 മക്കളും ഉണ്ട്. ഈ അച്ഛന്റെ പേര് ഗ്യാരറ്റ്, അതുപോലെ തന്നെ മകന്റെ പേര് പീറ്റർ, പിന്നെ ഇളയ മകളുണ്ട് ആനി. പീറ്റർക്കാണെങ്കിൽ ഈ ഫോട്ടോഗ്രാഫിയോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. അതുപോലെ തന്നെ ഇവരുടെ അച്ഛൻ ഗ്യാരറ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു മൗണ്ടൈൻ ക്ലൈംബർ ആണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു ടാലന്റ് പീറ്ററിന് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ അവന് ഭയമാണ്. പക്ഷെ ഇളയ പെണ്ണുണ്ടല്ലോ ആനി, അവൾ ആ കാര്യത്തിൽ അവളുടെ അച്ഛനെ വരെ വെല്ലും. അങ്ങനത്തെ ഒരു അടിപൊളിയായിട്ടുള്ള മൗണ്ടൈൻ ക്ലൈംബർ ആണ്. അച്ഛന്റെ ആ ഒരു സിദ്ധി കിട്ടിയിരിക്കുന്നത് മകൾക്കാണ് കേട്ടോ. എന്തായാലും കയറുന്ന സമയത്ത് പീറ്ററും അതുപോലെ തന്നെ ഗ്യാരറ്റും ആനിയും ഓരോന്ന് പറയുന്നത് കളിയാക്കുന്നുണ്ട്. എന്നാലും ഗ്യാരറ്റ് അദ്ദേഹത്തിന്റെ ആ ഒരു ജോലിയിൽ ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആണ്. അതായത് ക്ലൈംബ് കയറി ഇങ്ങനെ മലയുടെ മുകളിലേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യമാണ് സേഫ്റ്റി. അതിനായിട്ടുള്ള റോപ്പുകൾ പാറയിൽ ഇങ്ങനെ ഘടിപ്പിക്കുക. എന്നാൽ ഇവരുടെ മുകളിൽ ഒരു 2 പേര് കയറി പോകുന്നുണ്ടായിരുന്നു. ഇവന്മാർക്ക് ഈ പരിപാടി വലിയ രീതിയിൽ അറിയില്ല തോന്നുന്നു. ഇവരുടെ ആ ഒരു ക്ലിപ്പ് വിട്ടുപോയി ഇവന്മാർ താഴേക്ക് വീഴുകയാണ്. അങ്ങനെ ഇവർ 5 പേരും ഒരൊറ്റ റോപ്പിലായിട്ട് തൂങ്ങിക്കിടക്കുകയാണ്. അതായത് നമ്മുടെ ആനി ഘടിപ്പിച്ച ആ ഒരു റോപ്പിലായിട്ട് ഈ താഴേക്ക് വീണ 2 അവന്മാര് ഇവന്മാർക്ക് പേടി കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഗ്യാരറ്റ് പറയുന്നുണ്ട്, നിങ്ങൾ ഇളകല്ലേ, ഇളകിയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് വീഴുമെന്ന്. എന്തായാലും ഇവന്മാരുടെ ഈ ഒരു ഇളക്കം കാരണം അവരുടെ ആ ഒരു റോപ്പ് ഇന്ന് വിട്ടുപോവാണ്. 2 പേരും താഴേക്ക് വീഴുന്നുണ്ട്, സ്പോട്ടിൽ മരണപ്പെടുകയാണ്. അതുപോലെ തന്നെ ഇപ്പോ ഏറ്റവും അടിയിലായിട്ട് ഗ്യാരറ്റ്, അതിന്റെ മുകളിലായിട്ട് പീറ്റർ, ഏറ്റവും ടോപ്പിലായിട്ട് ആനിയുണ്ട്. ഇവരുടെ 3 പേരുടെ വെയിറ്റും ഇപ്പൊ ആ ഒരു റോപ്പ് താങ്ങുന്നില്ല. പതിയെ പതിയെ അത് ആ ഒരു ക്ലിപ്പ് വിട്ട് വരുന്നുണ്ട്. ഇപ്പൊ പീറ്ററിനെ നോക്കിയിട്ട് ഗ്യാരറ്റ് പറയാണ്, ഡാ മോനെ ആ കത്തിയും എടുക്കുന്നത്. പക്ഷെ കത്തി എന്തിനാണെന്ന് ഇപ്പൊ പീറ്റർക്ക് മനസ്സിലായില്ല. എന്നാൽ ആനിക്ക് മനസ്സിലായി. ആനി പറയാണ്, അച്ഛാ അത് ചെയ്യാൻ പാടില്ല എന്ന്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഇപ്പൊ ഗ്യാരറ്റ് പീറ്ററിനെ നോക്കിയിട്ട് പറയാണ്, ഡാ മോനെ 3 പേർക്കും ഈ കയറിൽ ഇങ്ങനെ തൂങ്ങിക്കെടുക്കാൻ പറ്റില്ല. അനിയത്തിയെ നോക്കണടാ, നമ്മൾ 3 പേരും മരിച്ചു പോകുന്ന എന്തിനാ, ഞാൻ മാത്രം മരിച്ചാൽ പോരെ. അങ്ങനെ ഭയങ്കര ഇമോഷണൽ ആയിട്ട് തന്നെ അനിയത്തിയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഗ്യാരറ്റ് സംസാരിക്കുകയാണ്. അവസാനം പീറ്ററിന് അത് ചെയ്യേണ്ടി വന്നു. ആ കയറ് മുറിച്ചിടുകയാണ്. അല്ലെങ്കിൽ ഇവർ 3 പേരും മരിക്കും. കയറ് മുറിച്ചാൽ ഒരാൾ മാത്രം മരിച്ചാൽ മതിയല്ലോ. അങ്ങനെ ഗ്യാരറ്റ് ഈ 2 കുട്ടികളുടെയും അച്ഛൻ താഴോട്ട് വീഴാണ്, മരണപ്പെടുകയാണ്. ഈ ഒരു സംഭവം കഴിഞ്ഞ് 3 വർഷമായിട്ടുണ്ട്. ഇപ്പൊ പാകിസ്ഥാനിൽ കാണിക്കുകയാണ്. അവിടെയുള്ള ഏതോ ഒരു മഞ്ഞുമലയുടെ മുകളിലാണ് ഇപ്പൊ നമ്മുടെ കഥാനായകനായിട്ടുള്ള പീറ്റർ ഉള്ളത്. അവനിപ്പോ ഒരു ഫോട്ടോഗ്രാഫറാണ്. നേരത്തെ നമ്മൾ കേട്ടതല്ലേ, ഇവന് ഇൻട്രസ്റ്റ് ഈ ഒരു കാര്യത്തിലാണ്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന 2 പുലിക്കുട്ടികളുടെ ആ ഒരു ഫോട്ടോ അവരങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം നേരെ അവിടെ ഉണ്ടായിരുന്ന ആർമി ക്യാമ്പിലേക്ക് പോവാണ്. ഇവിടുത്തെ ഈ പട്ടാളക്കാരുമായിട്ട് പീറ്ററിന് നല്ല ബന്ധമാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ പട്ടാളക്കാരുടെ ആ ഒരു ക്യാപ്റ്റൻ, ഇയാള് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യം ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നില്ല. നമ്മുടെ രാജ്യത്തും ഒരുപാട് പൊളിറ്റിക്സ്, അത് രാജ്യം കാക്കുന്ന നമ്മളെ വരെ എഫക്ട് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യാനാ, എന്ത് പറയാനാ. മാത്രമല്ല ഈയിടെയായിട്ട് ചെറിയൊരു വരുമാനം ഉള്ളതെന്ന് വെച്ചാൽ ആ മല ക്ലൈംബ് ചെയ്യാൻ വരുന്ന ആൾക്കാരെ ഹെലികോപ്റ്ററിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അതുപോലെ എലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ പണക്കാരനുണ്ട്. ഇയാൾ ഇങ്ങോട്ടേക്ക് വരികയാണ്, എന്തിനാണെന്നൊന്നും അറിയില്ല. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പീറ്റർ അവിടെ തന്നെ ഉണ്ടായിരുന്ന വലിയൊരു മലയുണ്ട്, K2, അതാണ് ഇതിന്റെ പേര്. ഇതിന്റെ താഴ്വാരത്തിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്തതിനു ശേഷമാണ് ഈ മലയുടെ മുകളിലേക്ക് ഇവർ കയറി പോവുക. എന്തായാലും ഈ പട്ടാള ക്യാമ്പിൽ നിന്നും നേരെ ആ ഒരു മലയുടെ താഴ്വാരത്തിലുള്ള ക്യാമ്പിലേക്ക് നമ്മുടെ പീറ്ററിനെ കൊണ്ടുവന്നത് ഒരു പട്ടാളക്കാരൻ തന്നെയാണ്. അവന് നല്ല കമ്പനിയാണ്. സോ പോകുന്ന വഴിയിൽ ഈ പീറ്റർ ഉണ്ടല്ലോ പട്ടാളക്കാരനോട് ചോദിക്കുന്നുണ്ട്, എന്റെ അനിയത്തി അവിടെ ഉണ്ട്, കേട്ടിട്ടുണ്ടോ ആനി? ആ അവളവിടെ ഉണ്ട്, എനിക്ക് നന്നായിട്ട് അറിയാം. അവള് ഭയങ്കര ഫേമസ് അല്ലേ, വേൾഡിലെ തന്നെ ടോപ്പ് ക്ലൈംബറിൽ ഒരാളല്ലേ അവള്. എന്തായാലും പിന്നീട് ഈ മലയുടെ താഴ്വാരത്തിലുള്ള ആ ഒരു ക്യാമ്പിലേക്ക് ഇവരെത്തുകയാണ്. അവിടെ തന്നെയാണ് ആനി ഉള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ആനി ഇപ്പൊ ഒരു ടോപ്പ് ലെവൽ ക്ലൈംബർ ആണ്. നാഷണൽ ലെവലിൽ തന്നെ ഒരുപാട് അവൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു ക്യാമ്പിലേക്ക് ആനിയെ കാണാനായിട്ട് പീറ്റർ വരികയാണ്. 3 വർഷത്തിന് ശേഷമാണ് ഇവർ 2 പേരും ഒരുമിച്ച് കാണുന്നത്. 3 വർഷമായിട്ട് ഇവർ സംസാരിക്കാറില്ല. കാരണം എന്താണ്, ചേട്ടൻ എന്തിനാണ് അച്ഛന്റെ ആ ഒരു കയറ് മുറിച്ചു കളഞ്ഞത്, അതുകൊണ്ടല്ലേ അച്ഛൻ താഴേക്ക് വീണ് പോയത്. അതിന്റെ ആ ഒരു ലോജിക്ക് മനസ്സിലാവാതെ ചേട്ടനോട് ചെറിയൊരു നീരസമുണ്ട്, അതുപോലെ തന്നെ മിണ്ടാറുമില്ല. ഇവർക്കിടയിൽ ആ പണ്ടത്തെ ആ ഒരു സ്നേഹവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്നാൽ പീറ്ററിന് അങ്ങനെയല്ല, ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോ അനിയത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യൻ ജീവൻ കളയും. എന്തായാലും ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ആനിക്ക് പീറ്ററിനോട് ഇപ്പൊ വലിയ അടുപ്പവും കാര്യങ്ങളൊന്നുമില്ല. ഇതേ സമയത്തിന് ക്യാമ്പിന്റെ ഒരു ഭാഗത്തായിട്ട് നല്ല രീതിയിൽ തന്നെ വെള്ളടിച്ച് കിടക്കുന്ന 2 അലമ്പുകളെ കാണിക്കാണ്. ഒരു ചേട്ടനും അനിയനാണ്, റോക്കി, റിക്കി. മൂത്ത ആളാണ് റോക്കി, തൽക്കാലം ഞാട്ട പേരാട്ടാ. ഇമാതിരി തണുപ്പത്തും ഈ 2 വെകിളികള് ഒരു വസ്ത്രം പോലും ഇടാതെയാണ് ഐസിൽ അങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ തന്നെ മനസ്സിലായില്ലേ ഉമ്മാരുടെ ആ ഒരു വെകിളിത്തരം. ഒന്ന് ഓർത്ത് വെച്ചോ കേട്ടോ, റോക്കി, റിക്കി. അതുപോലെ മറ്റൊരു ക്യാമ്പില് കുറച്ച് പ്രായമായിട്ടുള്ള മുടിയും താടിയൊക്കെ ആകെ നീട്ടിയിട്ടുള്ള ഒരു അപ്പൂപ്പനും കാണിക്കുന്നുണ്ട്. ഈ അപ്പൂപ്പനെയും നിങ്ങളൊന്ന് നോട്ട് ചെയ്തോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ടേക്ക് ഒരു ഹെലികോപ്റ്റർ വരുന്നുണ്ട്. അതിലാണ് ആ പണക്കാരനായിട്ടുള്ള എലൈറ്റ് ഉള്ളത്. ഇയാൾ വന്നിറങ്ങിയ സമയത്ത് തന്നെ ആ അപ്പൂപ്പനും അങ്ങോട്ടേക്ക് വന്ന് ഇയാളെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ എലൈറ്റ് വന്നിറങ്ങിയ സമയത്ത്
സമയത്ത് തന്നെ ഒരുപാട് പത്രക്കാരും ബാക്കിയുള്ള ക്യാമ്പിലുള്ള എല്ലാവരും ഓടി വരുന്നുണ്ട്. കാരണം ഇയാൾ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരാള് മല ക്ലൈംബ് ചെയ്യാൻ വരുമ്പോൾ അതൊരു വാർത്ത തന്നെ ആയിരിക്കുമല്ലോ. എവറസ്റ്റ് കഴിഞ്ഞാൽ രണ്ടാമത് നിൽക്കുന്ന ഒരു കൊടുമുടിയാണിത്, അതായത് K2. ഇതാണ് ഇവർ കയറാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ക്യാമ്പിൽ വെച്ച് നമ്മുടെ കഥാനായകൻ പീറ്റർ ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നുണ്ട്. മോണിക്ക. ആൾ ഇച്ചിരി റഫാണ്, കമ്പനിയാണെന്ന് നോക്കിയിട്ട് കമ്പനിയൊന്നും ആവുന്നില്ല. അതുപോലെ തന്നെ വേറൊരാളെയും ഈ പീറ്റർ പരിചയപ്പെടുന്നുണ്ട്. സ്കിപ്പ്, അതാണ് അവന്റെ പേര്. ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഗൈഡിങ് ചെയ്ത് കൊടുക്കലാണ് ഈ സ്കിപ്പിന്റെ പരിപാടി. മാത്രമല്ല ഇവരിങ്ങനെ ക്ലൈംബ് ചെയ്ത് പോകുമ്പോൾ ഇവർക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വേണ്ടി വരില്ലേ. അങ്ങനെയുള്ള ആ മെറ്റീരിയൽസും ഈ ഒരു സ്കിപ്പ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഈ സ്കിപ്പിന് അറിയാലോ. അപ്പൊ പീറ്റർ വന്ന് ചോദിക്കുന്നുണ്ട്, അല്ല ഈ എലൈറ്റ് എന്തിനാണ് ഈ മലയുടെ മുകളിലേക്ക് ഇത്രയും റിസ്ക് എടുത്ത് കയറാൻ നിൽക്കുന്നത്? അതേ സമയത്ത് തന്നെ സ്കിപ്പ് പറയാണ് അയാൾക്ക് ഭ്രാന്താണ്. അയാളുടെ ഏതൊരു എയർലൈൻ കമ്പനി അതിപ്പോ അടുത്ത് ലോഞ്ച് ചെയ്യാൻ പോവാണ്. ഇപ്പൊ ഈ മലയുടെ മുകളിലേക്ക് കയറിയിട്ട് ഇയാൾ അതിന്റെ ടോപ്പിൽ കയറിയിട്ട് ഈ ഫ്ലൈറ്റ് ഇങ്ങനെ ടാറ്റ കൊടുക്കണം. അതിലൂടെ വലിയൊരു പബ്ലിസിറ്റിക്കാണ് ഇയാൾ ഇമാതിരി ഒരു പരിപാടി ചെയ്യുന്നത്. മാത്രമല്ല അതിനുവേണ്ടി ഇയാളെ സഹായിക്കാനായിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും ടോപ്പ് ക്ലൈംബർ ആയിട്ടുള്ള ആനി ഗാരറ്റ് അതുപോലെ തന്നെ ടോം എത്തിയിട്ടുണ്ട്. ഈ ആനി ഗാരറ്റ് എന്റെ അനിയത്തിയാന്ന് പീറ്റർ പറയാണ്. അങ്ങനെ രാത്രിയായി പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി നടക്കുന്നതിന്റെ ഇടയിൽ ഈ എലൈറ്റ് വന്നിട്ട് ഇവിടുത്തെ എല്ലാ എക്സ്പെൻസ് ഇയാളെ നോക്കുന്ന കേട്ടോ. ഇപ്പൊ എലൈറ്റ് പറയാണ്, നാളെ രാവിലെ നമ്മുടെ ദൗത്യം ആരംഭിക്കാൻ വേണ്ടി പോവാണ്. ഒരു 5 വർഷം മുന്നേ ഞാൻ ഇതിനു വേണ്ടി ഒന്ന് തയ്യാറെടുത്തതാണ്. പക്ഷെ അന്ന് വലിയൊരു അപകടം ഉണ്ടായി. ഇപ്പോഴും ആ ഒരു വിഷമം എന്റെ ഉള്ളിൽ നിന്ന് പോയിട്ടില്ല. എന്തായാലും 5 വർഷം മുന്നേ നമ്മൾ പ്ലാൻ ചെയ്ത ആ ഒരു കാര്യം നാളെ നമ്മൾ പൂർത്തീകരിക്കും. അങ്ങനെ വലിയ കാര്യത്തിൽ ഈ എലൈറ്റ് സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഈ അപ്പൂപ്പൻ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയാണ്, അപ്പോ ഈ ക്ലൈമറ്റിന്റെ കാര്യം ആരാ നോക്കടാ, അതൊക്കെ നിങ്ങൾക്ക് പ്രവചിക്കാൻ കഴിയോ? ഇതേ സമയത്ത് തന്നെ എലൈറ്റ് ഈ അപ്പൂപ്പനും നോക്കുകയാണ്. ആ കൂട്ടത്തിൽ തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു സയന്റിസ്റ്റ് ഉണ്ട്, മെക്ലൈൻ. ഈ കാലാവസ്ഥയെക്കുറിച്ച് അത്യാവശ്യം അറിയുന്ന ആളാണ്. അപ്പൊ ഇയാൾ അടുത്തേക്ക് വിളിച്ചിട്ട് പറയാണ്, ദാ കണ്ടോ ഒരു ക്ലൈമറ്റ് സയന്റിസ്റ്റ് ആണ്. ഇദ്ദേഹത്തെ കൂടെ കൂട്ടുന്നത് വെറുതെ ഒന്നല്ല. ഇയാൾ പറയുന്നത് ഇപ്പൊ നല്ല ക്ലൈമറ്റ് ആണ്, പോകാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ആണെന്ന്. അപ്പൊ അപ്പാപ്പ കിട്ടിയ മദ്യം മോന്തിയിട്ട് ഏതെങ്കിലും മൂലക്ക് പോയിട്ട് കിടന്നുറങ്ങിക്കോ, വെറുതെ ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ വരണ്ട. എന്നാൽ ഈ അപ്പൂപ്പനുണ്ടല്ലോ നേരെ അദ്ദേഹത്തിന്റെ ആ ഒരു ടെന്റിലേക്ക് ചെന്നിട്ട് താടിയെല്ലാം ഷേവ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ചില എക്യുപ്മെന്റ്സ് എടുത്ത് ആ രാത്രി തന്നെ മല കയറാൻ വേണ്ടി പോവാണ്. എന്താണ് ഇയാൾക്കെന്ന് അറിയില്ല കേട്ടോ. ഒരു വ്യത്യസ്തനായിട്ടുള്ള മനുഷ്യൻ തന്നെ. ഇതേ സമയത്ത് തന്നെ പീറ്റർ ഉണ്ടല്ലോ സഹോദരി ആനിയുടെ ആ ഒരു ടെന്റിലേക്ക് പോയിട്ട് പറയാണ്, നേരത്തെ ആ ഒരു എലൈറ്റിനോട് സംസാരിച്ച ആ പ്രായമുള്ള അപ്പൂപ്പൻ ആരാണെന്ന് അറിയോ? നമ്മുടെ അച്ഛന്റെ സുഹൃത്താണ് വിക്ക്. അദ്ദേഹം നല്ലൊരു ഒന്നാന്തരം ക്ലൈംബർ ആണ്. അദ്ദേഹം ഈ ഒരു സാഹചര്യത്തിൽ പോണ്ടെന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല. ആനി പറയാണ്, ദയവ് ചെയ്തിട്ട് ചേട്ടാ, എനിക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ എന്നെ തടുക്കാൻ നോക്കരുത്. ഓരോ തവണയും ഓരോ മലയും കീഴടക്കുന്ന സമയത്ത് നമ്മുടെ അച്ഛനെ തന്നെ പോയി തൊടുന്ന ഫീലാണ് എനിക്ക് കിട്ടുന്നത്. ദയവ് ചെയ്ത് ചേട്ടാ, എനിക്ക് പോണം ചേട്ടാ. എന്തായാലും പീറ്റർ അടുത്ത് അടുത്തത് കൊണ്ടൊന്നും ആനി പോവാതിരിക്കില്ല. പിറ്റേ ദിവസം രാവിലെ ആനി കുറച്ച് ടീം ഈ എലൈറ്റ് ഇവരെല്ലാവരും കൂടിയിട്ട് നേരെ ഹെലികോപ്റ്ററിൽ പറന്നു വരികയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ ആനിയെ നോക്കിക്കൊണ്ട് പീറ്റർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവന്റെ ഉള്ളിൽ എന്തോ വല്ലാത്തൊരു പെട്ടപ്പാണ്. അവൾക്ക് എന്തെങ്കിലും പറ്റിപ്പോവോ? അച്ഛൻ മരിക്കാൻ നേരത്തും പറഞ്ഞത് അനിയത്തിയെ നോക്കിക്കോണേ എന്നാണ്. അതുപോലെ തന്നെ പീറ്റർ അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ലിന്റെ കൂട്ടം കാണുകയാണ്. അതിൽ ഓരോ കല്ലുകളിലായിട്ട് ഈ മല കയറിയിട്ട് അവിടെ വെച്ച് മരണപ്പെട്ടു പോയ ഓരോരുത്തരുടെ ഫോട്ടോയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് അവർക്ക് ആദരാഞ്ജലികൾ വെച്ചിട്ടുണ്ട്, അവരുടെ ഓർമ്മയ്ക്കായിട്ട്. മാത്രമല്ല നമ്മുടെ പീറ്ററിന്റെ ആ ഒരു ടെൻഷൻ കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് ആ സ്കിപ്പ് ഉണ്ടല്ലോ അയാൾ വന്നിട്ട് പറയാണ്, നീ പേടിക്കൊന്നും വേണ്ട, നിന്റെ അനിയത്തി നല്ല ടാലന്റ് ആയിട്ടുള്ള ആളാണ്, അവൾക്ക് ഇതിലൊക്കെ നല്ല എക്സ്പീരിയൻസും ഇല്ലേ, അവൾ നന്നായിട്ട് തന്നെ തിരിച്ചു വരികയാണ്. ഇതേ സമയത്ത് തന്നെ ഒരു പരിധി വരെ ഹെലികോപ്റ്ററിലേക്ക് പോയിട്ട് ബാക്കിയുള്ള ഭാഗം ഇവരായിട്ട് തന്നെ കയറുകയാണ്. ഒരു 5-6 പേരുണ്ട് ഈ ഒരു ടീമിൽ. ഒന്നാമത്തെ ആൾ നമ്മുടെ ടീമിനെ സ്പോൺസർ ചെയ്യുന്ന ആ ഒരു ബിസിനസ്സുകാരൻ, അതായത് എലൈറ്റ്. അതുപോലെ തന്നെ സയന്റിസ്റ്റുകളായിട്ടുള്ള നമ്മുടെ ആനി, അതുപോലെ തന്നെ ടോം എന്ന് മറ്റുള്ള ആൾ, പിന്നെ ആ ഒരു ക്ലൈമറ്റ് ചെക്കർ, ഇവരൊക്കെയാണ് ഉള്ളത്. അങ്ങനെ ഇവരിങ്ങനെ കയറി പോകുന്ന സമയത്ത് ഓരോ കുഴികളായിട്ട് ഇങ്ങനെ റോപ്പ് കെട്ടി താണ്ടുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ വളരെ ചെറുതാണ്, മുകളിലേക്ക് പോകുമ്പോൾ ഇതിനേക്കാൾ വലുതായിട്ട് ഇനി ഓരോന്ന് വരാണ്ട്. എന്തായാലും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ക്ലൈമറ്റ് സയന്റിസ്റ്റ് ഉണ്ടല്ലോ മെക്ലൈന്, ഇപ്പൊ എലൈറ്റിന് ഒരു കാര്യം പറയാണ്, സാറേ മുകളിലേക്ക് കയറും തോറും കാറ്റിന്റെ ദിശയും അതുപോലെ തന്നെ വേഗതയിലും എന്തോ ഒരു വ്യത്യാസം ഉള്ളതുപോലെ. ഇപ്പോ ഈ എലൈറ്റ് ചോദിക്കുകയാണ്, എന്താടാ നിനക്ക് വരാൻ പേടിയുണ്ടോ? തുടക്കത്തിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, നമ്മൾ തമ്മിലുള്ള ഡീലും അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇതേ സമയത്ത് തന്നെ ആനി അവിടെ ഉണ്ടായിരുന്നു. ആനി എലൈറ്റിന് ധൈര്യം കൊടുക്കാണ്, സാറേ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, അങ്ങനെ ഒരു കാറ്റുണ്ടെങ്കിൽ അത് വരുന്നതിന് മുന്നേ നമുക്ക് കയറി താഴേക്ക് ഇറങ്ങാം എന്ന്. ഈ കാറ്റ് അതുപോലെ തന്നെ ആ ഒരു ദിശ മാറുന്ന കാര്യങ്ങളൊക്കെ താഴെ നിന്നുകൊണ്ട് നമ്മുടെ പീറ്ററിന് കാണാൻ കഴിയുന്നുണ്ട്. ഒരു ടെലിസ്കോപ്പ് വെച്ച് ഇത് നോക്കുന്ന സമയത്ത് ഈ മുകളിലേക്ക് കയറി പോയവർക്ക് ഇതൊട്ടും നല്ല സാഹചര്യമല്ല. ആ കാറ്റിലെങ്ങാനും അവർ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ മറ്റാരുടെ കാര്യത്തിൽ നമ്മുടെ പീറ്ററിന് ടെൻഷനില്ല. അനിയത്തി ആ കൂട്ടത്തിലുണ്ട്, ആനി. മാത്രമല്ല ഈ എലൈറ്റിന്റെ വലിയൊരു ടീം തന്നെ താഴെയുണ്ട്. അപ്പൊ ഇവരോട് വ്യക്തമായിട്ട് കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഇവർ പറയുകയാണ്, ഇങ്ങനെ ഒരു കാറ്റുണ്ട്, കുറച്ച് അപകടമാണെന്ന്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു വിവരം മുകളിലേക്ക് കൊടുക്കാത്തതെന്ന് കുറച്ച് ഹാർഷായിട്ട് തന്നെ പീറ്റർ ചോദിക്കുകയാണ്. പീറ്റർ പിന്നീട് ആ ഒരു വാക്കി ടോക്കി മേടിക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു മെക്ലൈനെ കണക്ട് ചെയ്യുന്നുണ്ട്. ഇവനോട് കാര്യങ്ങളൊക്കെ പറയാണ്, കുറച്ച് ഡേഞ്ചർ ആണ്, നിങ്ങൾ തിരിച്ചു വാ, കാറ്റ് അപകടകരത്തിലാണ് വരുന്നത്. ഓക്കെ എന്ന് പറഞ്ഞിട്ട് മെക്ലൈൻ ഈ ഒരു കാര്യം എലൈറ്റിനോട് പറയുന്നുണ്ട്. എന്നാൽ ഇയാൾക്ക് വാശി, അതൊക്കെ വരട്ടെ, നമുക്ക് എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യാൻ മുകളിലേക്ക് പോവാന്നൊക്കെ. ഇയാൾ ഇമാതിരി വാശി തന്നെ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുണ്ടാവും. അതായത് ഒരു 5 വർഷം മുന്നേ ഒരു വലിയ അപകടം ഉണ്ടായെന്ന് പറഞ്ഞില്ലേ, കാലാവസ്ഥയും ക്ലൈമറ്റ് ഒക്കെ നോക്കിയിട്ട് വേണ്ട ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കയറാൻ. എന്നാൽ ഇയാൾ ഭയങ്കരമായിട്ട് വാശിയിൽ നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ മെക്ലാൻ പറയാണ്, സാറേ ഇത് നടക്കില്ല, നമുക്ക് തിരിച്ചു പോകാന്ന്. ഇപ്പോ ഈ മെക്ലാനെ എലൈറ്റ് ഭീഷണിപ്പെടുത്താണ്, എടാ നീ ഇവിടുന്ന് ഇപ്പൊ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ ഒരു കരാറുണ്ട്, നിന്റെ ബിസിനസ് മര്യാദക്ക് മുന്നോട്ടേക്ക് പോയില്ല. സോ ഈ ഒരു കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് തന്നെ മെക്ലൈനും കൂടെ പോവേണ്ടി വന്നു. അങ്ങനെ ഇവരിങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പീറ്റർ കറക്റ്റ് ആയിട്ട് തന്നെ ഇവർ പോകുന്ന ആ ഒരു ഭാഗം നിരീക്ഷിക്കുന്നുണ്ട്. ടെലിസ്കോപ്പിലൂടെ നോക്കുന്ന സമയത്ത് ശക്തമായിട്ടുള്ള കാറ്റ് ആ ഒരു ഭാഗത്തുണ്ട്. കാരണം
കാരണം അതിൽ മഞ്ഞ് പൊന്തുന്നത് പീറ്ററിന് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിൽ ഇവർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവർ നടക്കുന്ന ആ ഒരു ഭാഗത്ത് ഒരു വിള്ളൽ രൂപപ്പെടുകയാണ്. ആ കുഴിയിലേക്ക് ആനി അതുപോലെ തന്നെ ഈ ബിസിനസ്സുകാരനായിട്ടുള്ള എലൈറ്റും ചെന്ന് വീഴുന്നുണ്ട്. ഇതേ സമയത്താണ് ശക്തമായിട്ടുള്ള ആ ഒരു കാറ്റ് അങ്ങോട്ടേക്ക് ആഞ്ഞു വീഴ്ചുന്നത്. ആ കാറ്റിൽ പെട്ടിട്ട് ഈ ക്ലൈംബർ ആയിട്ടുള്ള ടോം അതുപോലെ തന്നെ ഈ ക്ലൈമറ്റ് സയന്റിസ്റ്റ് ഉണ്ടല്ലോ മെക്ലൈന്, ഇവർ രണ്ടുപേരും താഴേക്ക് ചെന്നങ്ങ് അടിച്ച് വീഴുകയാണ്. ആ വീഴ്ചയിൽ ഇവർക്ക് നല്ല പരിക്ക് പറ്റി. അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള മഞ്ഞ് ഇങ്ങനെ ഒലിക്കുന്നത് കൊണ്ട് തന്നെ ഇവർ വന്ന് വീണ ഇടയുണ്ടല്ലോ അതിന്റെ മുകൾ ഭാഗം ഈ മഞ്ഞ് വെച്ച് മൂടി പോവുകയാണ്. കംപ്ലീറ്റ്ലി അതിന്റെ ഉള്ളിൽ ഇവർ ട്രാപ്പ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പീറ്റർ ബാക്കിയുള്ള ആൾക്കാർ എല്ലാവരും വോക്കി ടോക്കി വഴി ഇവരെ കണക്ട് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും ഇത് കണക്ട് ആവുന്നില്ല. ഒരു ചെറിയ ശബ്ദം മാത്രമേ അങ്ങോട്ടേ കേൾക്കുന്നുള്ളൂ. ഇപ്പൊ ആകെ ടെൻഷനായ പീറ്റർ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അതുപോലെ തന്നെ ആനി ബാക്കിയുള്ളവർ ഇവരും അതിന്റെ ഉള്ളിൽ നിന്നും താഴേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ നടക്കുന്നില്ല. ഇപ്പോഴാണ് പീറ്ററിന് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നുന്നത്. മോഴ്സ് കോഡ്. ഇവരുടെ അച്ഛൻ ഇവരെ നേരത്തെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേകതരം ശബ്ദം മാത്രമേ ആ ഒരു വാക്കി ടോക്കിയിലൂടെ പോകുന്നുള്ളൂ. പീറ്റർ ആ ഒരു പാറ്റേൺ പിടിക്കുകയാണ്. ആനിക്ക് ഇത് മനസ്സിലായി. ആനിയും അതുപോലെ തന്നെ പീറ്ററും ഈ മോഴ്സ് കോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. മാത്രമല്ല താൻ ജീവനോടെ ഉണ്ടെന്ന് ആനി ഇപ്പൊ പറയുമ്പോഴാണ് പീറ്റർക്ക് സമാധാനമാവുന്നത്. അതിന്റെ കൂടെ തന്നെ വേറെ രണ്ടാൾക്കാരുണ്ട്, എലൈറ്റും അതുപോലെ തന്നെ ടോമും. എല്ലാവർക്കും ഇപ്പൊ സമാധാനമായിട്ടുണ്ട്. എന്നാൽ ആ കൂട്ടത്തിൽ കരീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ മാത്രം ഭയങ്കര വിഷമത്തിൽ നിൽക്കുകയാണ്. കാരണം ഇയാളുടെ ആരോ പോയിട്ടുണ്ട്, അവിടെ പെട്ടിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ആ ഒരു മോഴ്സ് കോഡിലൂടെ പീറ്റർ ഇപ്പോൾ ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. തീർച്ചയായിട്ടും നിങ്ങളെ രക്ഷപ്പെടുത്താനായിട്ട് ഒരു ടീം അങ്ങോട്ടേക്ക് വരുമെന്ന് തന്നെ. സോ ഇതിനുശേഷം പെട്ടെന്ന് തന്നെ പീറ്റർ അവരെ രക്ഷപ്പെടുത്താനുള്ള എക്യുപ്മെന്റ്സ് അതുപോലെ തന്നെ ആ ഒരു മഞ്ഞുമലകൾ മാറ്റാനുള്ള എന്തെങ്കിലും സംവിധാനം ഒക്കെ ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല. കാരണം ആർക്കും അറിയില്ല ഇതെന്താ ചെയ്യേണ്ടത് ഇവിടെയെന്ന്. ഇപ്പൊ ഇവരിങ്ങനെ ആ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുമ്പോൾ സ്കിപ്പ് ഉണ്ടല്ലോ ഇവരെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയിട്ട് ഒരു കാര്യം പറയണം. അവർ പോകുന്ന സമയത്ത് അവരുടെ കയ്യിൽ ഞാൻ ഒരു സിലിണ്ടർ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ച് ഈ ഐസ് ഒരു 24 മണിക്കൂർ നേരത്തേക്ക് അവർക്ക് ഒരുക്കാൻ കഴിയും. അത്രയും നേരം അവർക്ക് വെള്ളം കുടിക്കാൻ കഴിയും. അത് മാത്രമല്ല വേറൊരു പ്രശ്നമുണ്ട്. ഈ വെള്ളം കൂടി അവർ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ അവരുടെ ലെൻസ് ഉണ്ടല്ലോ അത് കട്ട പിടിക്കാൻ തുടങ്ങും. ലെൻസ് ചുരുങ്ങാൻ തുടങ്ങും. പതിയെ പതിയെ അവർ മരണപ്പെടുകയും ചെയ്യും. കൂടിപ്പോയാൽ ഒരു 12 മണിക്കൂർ. അപ്പൊ ഞാൻ പറയുന്നത് 36 മണിക്കൂറിനുള്ളിൽ നമ്മൾ അവിടെ എത്തിയിരിക്കണം. നമുക്ക് താണ്ടേണ്ട ദൂരം എന്ന് പറയുന്നത് 26,000 അടിക്ക് മുകളിലാണ്. അധികം സമയമില്ല. ശരിക്കും നീ ഒന്ന് ആലോചിച്ച് നോക്കിയ പീറ്റർ, ഇത് പോസിബിൾ ആയിരിക്കും? നമ്മളെ കൊണ്ട് ഇത് നടക്കുമോ? എന്നാ പീറ്റർ പറയാണ് പോസിബിൾ ആവും. നമുക്ക് മറ്റെന്തെങ്കിലും ഒരു വഴി നോക്കണം. കാരണം ഇവർ പെട്ടുകിടക്കുന്ന ആ ഒരു ഗുഹയുണ്ടല്ലോ അതിന്റെ മുകൾ ഭാഗം പൊട്ടിക്കണം. സോ ഇതിനായിട്ട് നേരെ ഇവർ പോകുന്നത് ആ ഒരു പട്ടാള ക്യാമ്പിലേക്കാണ്. അവിടുത്തെ ക്യാപ്റ്റൻ ഇവരെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നുണ്ട്. ഒരു കെമിക്കൽ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഇത് നിങ്ങളുടെ റിസ്കിൽ ചെയ്തോണം. പാറയൊക്കെ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ്. മാത്രമല്ല ഇത് ചൂടുമായിട്ട് ഒരിക്കലും റിയാക്ട് ചെയ്യാൻ പാടില്ല. ചൂടുമായിട്ട് റിയാക്ട് ചെയ്താൽ അപ്പൊ ഇത് ബ്ലാസ്റ്റ് ആവും. ഇവരിങ്ങനെ പറയുന്നതിന്റെ അടുക്ക് ആ ഒരു ലിക്വിഡ് ഒരു ഇച്ചിരി ഒലിച്ചുകൊണ്ട് നമ്മുടെ സ്കിപ്പിന്റെ കാലിലാവുന്നുണ്ട്. ഇപ്പോ ആ ഒരു പൈലറ്റ് ഉണ്ടല്ലോ ഈ പീറ്ററിന്റെ കൂട്ടുകാരൻ തന്നെയാണ്. ഇയാൾ പറയാണ് അനങ്ങരുത് അനങ്ങരുത്, കാരണം നിന്റെ ശരീരത്തിൽ ആ ഒരു ചൂട് അതിനോട് തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ബ്ലാസ്റ്റ് ആവും. പതിയെ ആ ഒരു ഷൂ ഊരുകയാണ്. പൈലറ്റ് ഓടി ചെന്നിട്ട് ഇത് പുറത്തേക്ക് ഒരു എറ്റ് കയറി എറിയുന്നുണ്ട്. ആ ഒരു ചൂടി തട്ടി ഉടനെ തന്നെ അതൊരൊറ്റ പൊട്ടലാണ്. അപ്പൊ ആ ഒരു കെമിക്കലിന്റെ പവർ എത്രത്തോളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ഈ കെമിക്കൽ കിട്ടിയതിന് ശേഷം ഇവർ പെട്ടെന്ന് തന്നെ പോയിട്ട് ഒരു മീറ്റിംഗ് കൂടുകയാണ്. ആരൊക്കെയാണ് ഞങ്ങളുടെ കൂടെ വരുന്നത് എന്നിപ്പോ ഈ പീറ്റർ ചോദിക്കുകയാണ്. സ്കിപ്പ് കൂടെ വരുന്നുണ്ട്, ഇനിയും വേണം ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാർ. എന്നാൽ പലരോടും ചോദിക്കുന്നുണ്ടെങ്കിലും എല്ലാവരും ഇങ്ങനെ ചുമ്മാ കളിയാക്കി ചിരിക്കല്ലാതെ ആരും വരുന്നില്ല. ഈ സമയത്ത് നമ്മുടെ ആ ഒരു ബ്രദേഴ്സ് ഉണ്ടല്ലോ രണ്ട് ഗൃഗന്മാര് റിക്കി റോക്കി, അവരിങ്ങനെ പറയാണ് ഒരുത്തനും ധൈര്യം ഇല്ല അല്ലേ, എന്നാ പിന്നെ നമ്മൾ വരുവിടാന്ന്. ഉറപ്പാണെന്ന് ചോദിക്കുമ്പോൾ റിക്കി റോക്കിയും ഓക്കെ എന്ന് തന്നെ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ നേരത്തെ ഭയങ്കര വിഷമത്തിൽ നിന്ന ഒരാളുണ്ടല്ലോ കരീം, ഇയാളും വരാന്ന് പറയണം. ചിലപ്പോൾ എന്റെ കസിൻ അവനിപ്പോഴും ജീവനോട് ഉണ്ടെങ്കിലോ. അപ്പൊ ഇത്രയാളായി, ഇനി ഒരാളും കൂടെ വേണമെന്ന് സ്കിപ്പ് പറയുന്ന സമയത്ത് ആരും മുന്നോട്ടേക്ക് വരുന്നില്ല. ഇപ്പൊ ഈ എലൈറ്റ് എന്ന് പറഞ്ഞ ഇയാളുണ്ടല്ലോ ആ ഒരു പണക്കാരൻ അവിടെ പെട്ടെടുക്കുന്ന ആള്, ഇയാളുടെ മാനേജർ പറയാണ് ആര് പോയാലും വന്നാലും ശരി അവിടുന്ന് എലൈറ്റിനെ ഇവിടെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന ആൾക്ക് $500,000 അത് കിട്ടുന്നു പറഞ്ഞിട്ടും ഒരാൾ പോലും പിന്നെയും മുന്നോട്ടേക്ക് വരുന്നില്ല. ഓക്കെ, ഈ ഉള്ള ആളെ വെച്ച് പോകാന്ന് തന്നെ ഇവര് തീരുമാനിച്ചു. അടുത്ത സീനിൽ ആ ഒരു മഞ്ഞുഗുഹയ്ക്കുള്ളിൽ പെട്ടെടുക്കുന്ന ആനി അതുപോലെ തന്നെ എലൈറ്റ് ടോം ഇവരെ കാണിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ ലെങ്സ് ചുരുങ്ങിക്കൊണ്ട് ഫ്രീസ് ആവുന്ന ആ ഒരു അസുഖം അത് പതിയെ പതിയെ ഇവർക്ക് വരും. മഞ്ഞുമലയിൽ കയറുന്നവർക്ക് സ്വാഭാവികമായിട്ട് വരുന്ന കാര്യമാണിത്. സോ അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. അത് ഇടക്കിടക്ക് എടുക്കുകയാണെങ്കിൽ ഇവരുടെ ലെങ്സ് ഫ്രീസ് ആയി പോവില്ല. സോ ഇവർക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും ആ ഒരു ഇഞ്ചക്ഷൻ വേണം. ഇപ്പൊ താഴെ കാണിക്കുകയാണ് പീറ്റർ സ്കിപ്പ് ഇവരിങ്ങനെ പ്ലാൻ ചെയ്യാണ് നമ്മൾ എങ്ങനെ പോകും. അതായത് മാക്സിമം ഹെലികോപ്റ്ററിൽ എത്ര ഉയരത്തിൽ പോകാൻ പറ്റുമോ അത്ര ഉയരത്തിൽ നമ്മൾ പോകണം. ഏകദേശം ഒരു 20,000 അടിയോളം ഹെലികോപ്റ്റർ വെച്ച് പോകാൻ കഴിയും. അതിന് മുകളിലേക്ക് ഹെലികോപ്റ്ററിന് പോകാൻ കഴിയില്ല, പറക്കാൻ കഴിയില്ല. സമയം വളരെ കുറവാണ്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആ ഒരു വിക്കിന് മാത്രമേ പറ്റുള്ളൂ. അദ്ദേഹം നമുക്കൊന്ന് വിളിച്ചാലോ എന്ന് പീറ്റർ ചോദിക്കുമ്പോൾ അത് നടക്കുമെന്ന് തോന്നില്ലടാ. അയാൾ എപ്പ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അല്ല എന്താണ് ഈ വിക്കിന്റെ ആ ഒരു ഫ്ലാഷ് ബാക്ക് എന്ന് ചോദിക്കുമ്പോൾ സ്കിപ്പ് പറഞ്ഞു കൊടുക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു ഭാര്യ ഉണ്ടായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു 5 വർഷങ്ങൾക്ക് മുന്നേ ഒരു കൂട്ടം ആൾക്കാരുടെ കൂടെ ഇതുപോലെ ഗൈഡായിട്ട് പോയതാണ് ഈ വിക്കിന്റെ ഭാര്യ. പക്ഷെ അന്ന് പോയ ആ ഒരു കൂട്ടം ഇതുപോലെ വലിയൊരു അപകടത്തിൽ പെട്ടുപോയി. ഇവരെ രക്ഷിക്കാനായിട്ട് വിക്ക് പോയി. അത്രയും വലിയ കഠിനമായ സാഹചര്യമായിട്ട് കൂടി 3 പേരെ വിക്കിന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന് നഷ്ടമായി. ബോഡി വരെ കിട്ടിയിട്ടില്ല. ഇന്നും അവളുടെ ആ ഒരു ബോഡി തേടിക്കൊണ്ട് 5 വർഷമായിട്ട് ഈ മലയുടെ മുകളിൽ പലതവണയായിട്ട് ഇയാൾ കയറി പോകാറുണ്ട്. എന്തായാലും അദ്ദേഹം ഇപ്പൊ എവിടെയാണെന്ന് നമുക്ക് ഒറ്റയടിക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എല്ലാവരും പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ ഇവർ ഹെലികോപ്റ്റർ തുറന്നു നോക്കിയപ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു ലേഡി ഇരിക്കുന്നു. നമ്മുടെ പീറ്റർ നേരത്തെ പരിചയപ്പെട്ട മോണിക്ക എന്ന് പറഞ്ഞ ലേഡി ഉണ്ടല്ലോ അവര് തന്നെ. ഇപ്പൊ സ്കിപ്പ് പറയണ മോണിക്ക ഞാൻ പറഞ്ഞല്ലേ നീ വരണ്ടാന്ന്. ഇതേ സമയത്ത് തന്നെ പീറ്ററും പറയുന്നുണ്ട്
പറയുന്നുണ്ട് വേണ്ട നീ വരണ്ടാന്ന്. ഇപ്പൊ മോണിക ഒരു സിഗരറ്റും വലിച്ചുകൊണ്ട് ഭയങ്കര ധൈര്യത്തിൽ ഈ സ്കിപ്പിനടുത്ത് ചോദിക്കുകയാണ്, ഡാ മല കയറുന്ന കാര്യത്തിൽ ഞാൻ എങ്ങനെയാണ്, ആവറേജോ മീഡിയോ ടോപ്പോ? ഒരു സംശയമില്ലാതെ സ്കിപ്പ് പറയാണ് ടോപ്പാണെന്ന്. പിന്നെ അവളും പോരട്ടെ. അങ്ങനെ ഇവരെല്ലാവരും ഒരു ടീമായിട്ട് നേരെ പോവാണ്. ഇതേ സമയത്ത് തന്നെ ആനിയെ കാണിക്കാണ് അവളുടെ ഫ്രണ്ട് ആയിട്ടുള്ള ടോം ക്ലൈംബറാണ്. അദ്ദേഹത്തിന് നല്ല പരിക്കേറ്റിട്ടുണ്ട്. ഇവരുടെ കയ്യിലുള്ള ആ ഒരു വെള്ളം ഇച്ചിരി ഈ ടോമിന് കൊടുക്കുന്നുണ്ട്. പക്ഷേ അവന്റെ ആരോഗ്യനില വളരെയധികം മോശമായിട്ട് വരികയാണ്. എന്നാൽ ഇപ്പോഴും നമ്മുടെ ആനിക്ക് നല്ല കോൺഫിഡൻസ് ആണ് അവളുടെ ചേട്ടൻ പീറ്റർ ഇങ്ങോട്ടേക്ക് വരും അവളെ രക്ഷപ്പെടുത്തുമെന്ന്. എന്നാൽ ഈ സമയത്ത് വന്ന എലൈറ്റ് ചോദിക്കാണ്, അല്ല നിന്റെ ചേട്ടൻ ഒരു ക്ലൈംബർ ആണോ, ഈ അടുത്തെങ്ങാനും മല കയറിയിട്ടുണ്ട്? ഇപ്പൊ ആനിക്ക് ഒരു ഉത്തരം ഇല്ല കേട്ടോ, കാരണം കുറച്ചധികം കാലമായിട്ട് പീറ്റർ കയറാറില്ല. എന്നാൽ പിന്നെ കണക്കാണെന്ന് പറഞ്ഞിട്ട് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഇവിടെ ഉണ്ടാക്കുകയാണ് ഈ എലൈറ്റ്. അതായത് പോസിറ്റീവായി നിൽക്കണ്ടേ, എന്നാലല്ലേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇവർ സംസാരിച്ചു കൊടുക്കുമ്പോൾ ഇവർ മുകളിൽ നിന്ന് താഴേക്ക് വീണില്ലേ, ആ കൂട്ടത്തിൽ ഒരു ബാഗ് തൊട്ടപ്പുറത്തായിട്ട് ഒരു കുഴിയുടെ അപ്പുറത്തായിട്ട് വീണ് കിടക്കുന്നതായിട്ട് ഇവർ കാണുകയാണ്. ഇതിവിടെ ട്രാപ്പായിട്ട്. പക്ഷെ ആ ബാഗ് അത്ര എളുപ്പത്തിൽ അങ്ങോട്ട് പോയി എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ പീറ്ററും ടീമും കൂടെ ഹെലികോപ്റ്ററിൽ മുകളിലേക്ക് വരുന്ന സമയത്ത് ആ മലയുടെ ഒരു ഭാഗത്ത് വെച്ച് മറ്റേ അപ്പാപ്പനുണ്ടല്ലോ വിക്കിനെ കാണുകയാണ്. ഇവരവിടെ പതിയെ ലാൻഡ് ചെയ്തിട്ട് വിക്കിന്റെ അടുത്തേക്ക് വന്നിട്ട് നമ്മുടെ പീറ്റർ പരമാവധി കാല് പിടിച്ച് പറയുന്നത് പോലെ ഹെൽപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. എന്നാൽ വിക്ക് അതിന് തയ്യാറാവുന്നില്ല. എന്നാൽ പിന്നെ ഒറ്റയ്ക്ക് പോകാന്ന് കരുതിയിട്ട് മനസ്സ് ചെറുതായിട്ടൊന്നും അടുത്ത് ഇവർ പോകാൻ നിൽക്കുമ്പോൾ ഈ സ്കിപ്പ് ഉണ്ടല്ലോ, ഇയാൾ പറയുകയാണെങ്കിൽ മറ്റേ കമ്പനിയുടെ ഓണർ ഉണ്ടല്ലോ എലൈറ്റും അയാളുടെ കുറച്ച് ആൾക്കാരും കൂടെ പോയിട്ട് അവിടെ പെട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ $500,000 ആണ് വാഗ്ദാനം. ഇത് കേട്ട് കഴിഞ്ഞ ഉടനെ തന്നെ വിക്ക് ഓക്കെ എന്ന് പറയാണ്. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാ, പണത്തിന് വേണ്ടിയിട്ടല്ല വിക്ക് ഓക്കെ എന്ന് പറഞ്ഞത്. ഇപ്പൊ വിക്ക് പറയാണ്, ശരി ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താൻ കൂടെ വരാം, പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ അനുസരിക്കണം. താഴെ നിന്നുകൊണ്ട് വെതറിന്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ ബാക്കിയുള്ള ഇൻഫർമേഷൻ തരുന്നത് ആരാ ഇത് ചോദിച്ചപ്പോൾ എലൈറ്റിന്റെ ടീമാന്ന് പറയാണ്. എനിക്ക് ഒരിക്കലും അവരെ വിശ്വാസമില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, സ്കിപ്പ് നീ താഴേക്ക് പോവുക, ആവശ്യത്തിനുള്ള വിവരം നീ എനിക്ക് തരിക, ബാക്കിയുള്ള 5 പേര് ഇവിടെ നിൽക്കട്ടെ. മാത്രമല്ല ഈ 5 പേരെ 3 ടീമായിട്ടാണ് ഞാൻ പിരിക്കുക. ഇപ്പൊ റിക്കി റോക്കി അതൊന്നും പറ്റില്ല, ഞങ്ങൾ ഒരുമിച്ച് പോകുള്ളൂ പറയുമ്പോൾ എന്നാൽ ശരിയാവില്ല, ഞാൻ പറയുന്നത് എന്താണോ അത് മാത്രമേ നിങ്ങൾ കേൾക്കാൻ പാടുള്ളൂ. നമ്മൾ 3 ടീമായിട്ട് സെപ്പറേറ്റ് ആയിക്കൊണ്ട് ഈ ഒരു കെമിക്കലുമായിട്ട് 3 ഭാഗത്തുനിന്ന് കയറണം. എന്നാൽ മാത്രമേ ആ രക്ഷപ്പെടുത്താനുള്ള സാധ്യത, അതിനൊരു കൂടുതൽ ചാൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്തായാലും വിക്ക് ഈ രീതിയിൽ വാശി പിടിച്ചത് കൊണ്ട് തന്നെ റിക്കി റോക്കി ഒന്നും മിണ്ടിയില്ല കേട്ടോ. അവരും ഓക്കെ എന്ന് പറയാണ്. മാത്രമല്ല മൂത്ത ചേട്ടനായിട്ടുള്ള റോക്കിയുടെ കൂടെ പോകാൻ പോകുന്നത് മോണികയാണ്, ഒരു പെൺകുട്ടിയാണ്. എന്തായാലും അതിന്റെ ഒരു സന്തോഷം ഇല്ലാതിരിക്കില്ലല്ലോ അല്ലേ. അതുപോലെ തന്നെ ഇളയ ചെക്കൻ റിക്കി കരീം ഒരു ടീമാണ്. അതുപോലെ തന്നെ വിക്കും പീറ്ററുമാണ് ഒരു ടീമായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഹെലികോപ്റ്ററിലേക്ക് ഇവർ വീണ്ടും കയറുകയാണ്. കുറച്ചുകൂടെ മുകളിലേക്ക് ഹെലികോപ്റ്റർ പോകും, കാരണം കാറ്റ് ഒരിച്ചിരി കുറവായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ മാക്സിമം ഹെലികോപ്റ്റർ ഇവരുടെ ഈ ഒരു പൈലറ്റ് കൂട്ടുകാരൻ കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ മാക്സിമം ആയിട്ടുണ്ട്, ഇനി മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ പൈലറ്റ് പറയാണ്, നിങ്ങൾ തീർച്ചയായിട്ടും ഇപ്പൊ ചാടി ഇറങ്ങിയേ മതിയാവുള്ളൂ. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ അവസാനമായിട്ട് നമ്മുടെ പീറ്ററാണ് ചാടാൻ നിൽക്കുന്നത്. ഇവനെ കൊണ്ട് ചാടാനൊന്നും പറ്റില്ല. അന്ന് ആ അപകടം ഉണ്ടായിരുന്നില്ലേ, അതിനുശേഷം ഈ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര പേടിയാണ്. ഈ ചാടുന്നതിന്റെ ഇടയിൽ ഇവന്റെ കാലൊന്ന് പാളിപ്പോവാണ്, താഴേക്ക് വീഴാൻ പോയി. അപ്പോഴേക്കും വിക്ക് അവന് കയറി അങ്ങ് പിടിക്കുകയാണ്. അതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്നാൽ വിക്കിന് പെട്ടെന്ന് ഇവനെ വലിച്ചു കയറ്റാൻ കഴിയുന്നില്ല. ഇതേ സമയത്താണ് ഈ ഹെലികോപ്റ്റർ ഇതിങ്ങനെ ചെരിഞ്ഞ് വരികയാണ്. അതിന്റെ ആ ഒരു ലീഫ് ചിറകുണ്ടല്ലോ ഈ മോണികയുടെ ദേഹത്ത് തട്ടാനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ ആകെ ഭയന്ന് നിൽക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും പീറ്റർ രക്ഷപ്പെടുകയാണ്. അതുപോലെ തന്നെ ഹെലികോപ്റ്റർ പഴയതുപോലെ ആയിട്ടുണ്ട്. അങ്ങനെ ഈ പൈലറ്റും അതുപോലെ തന്നെ സ്കിപ്പും ഇവരോട് യാത്ര പറഞ്ഞ് നേരെ താഴേക്ക് പോവാണ്. ഇവര് ഇനി ആ ഒരു കാലും കൈ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മലയുടെ മുകളിലേക്ക് കയറി പോകണം. ഇനി ഇതേ സമയത്ത് തന്നെ ആ മഞ്ഞുമലകൾക്കിടയിൽ പെട്ടുപോയിട്ടുള്ള നമ്മുടെ ആനിയും ടീമിനെയും കാണിക്കുകയാണ്. മാത്രമല്ല ആനിയുടെ ആ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ ടോം, ഇയാൾക്ക് തീരെ വയ്യാതായിട്ട് ലങ്സ് പതിയെ ഫ്രീസ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ആ ഒരു അസുഖം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഷർട്ട് പൊക്കി നോക്കിയപ്പോൾ ബ്ലഡ് ഒക്കെ ആകെ കട്ട പിടിച്ച് അത് ഇവർക്ക് കണ്ണുകൊണ്ട് തന്നെ കാണാൻ കഴിയുകയാണ്. ഇപ്പൊ ആ ഒരു ഇഞ്ചക്ഷൻ പതിയെ അവന് കുത്തിവെക്കാൻ നോക്കുമ്പോൾ എലൈറ്റ് ഇതിന് സമ്മതിക്കുന്നില്ല. എന്തായാലും ഇവ മരിച്ചു, പിന്നെ എന്തിനാ വെറുതെ ആ ഒരു ഇഞ്ചക്ഷൻ വേസ്റ്റ് ചെയ്യുന്നത് എന്നാണ് എലൈറ്റ് ചോദിക്കുന്നത്. മാത്രമല്ല അത് ചെയ്യാൻ നോക്കിയിട്ട് ആനിയെ ഈ എലൈറ്റ് സമ്മതിക്കുന്നുമില്ല. ഇയാളുടെ ഈ ഒരു സ്വഭാവത്തിൽ ആനിക്ക് എന്തോ വല്ലാത്ത ദേഷ്യം തോന്നുകയാണ്. അതുപോലെ തന്നെ പീറ്ററും വിക്കും ആണല്ലോ മല, അവരൊരു ടീമായിട്ട് കയറുന്നത് 3 ടീമായിട്ടാണ്. അതിലൊരു ടീം ഈ വിക്കും പീറ്ററും കൂടിയിട്ടാണ്. അപ്പൊ ഇങ്ങനെ കയറുന്ന സമയത്ത് പീറ്ററിന് എന്തോ ഒരു സംശയം. എന്തായാലും വിക്ക് നിങ്ങൾ ഒറ്റയടിക്ക് സമ്മതിച്ചത് ആ ഒരു കാശിന് വേണ്ടിയിട്ടല്ല, അതെനിക്ക് 100% ഉറപ്പാണ്. എലൈറ്റ് ചെയ്യുന്ന ആ ഒരു പേര് കേട്ടപ്പോൾ മാത്രമാണ് നിങ്ങൾ കൂടെ വരാൻ സമ്മതിച്ചത്. അതുകൊണ്ട് ഞാൻ പറയാം, വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോയിക്കോ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്റെ പെങ്ങളെ രക്ഷപ്പെടുത്താൻ. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ റോപ്പും കാര്യങ്ങളൊക്കെ ഈ പീറ്ററിന്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പൊ തന്നെ അവൻ തെന്നി താഴേക്ക് വീഴുന്നുണ്ട്. ഇപ്പൊ പീറ്ററിനോട് പറയുന്നത്, ചക്ക ഈ കാര്യമൊന്നും നീ നോക്കണ്ട, നമുക്ക് ഒരുമിച്ച് പോവാം, അവരെ രക്ഷപ്പെടുത്താം. മാത്രമല്ല ഇവർ അത്യാവശ്യം മുകളിലേക്ക് എത്തിയല്ലോ. ഇവരുടെ ഈ വോക്കി ടോക്കിയിൽ വെറുതെ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. വിചാരിച്ചതുപോലെ തന്നെ കണക്ട് ആവുന്നുണ്ട്. മാത്രമല്ല ഇപ്പൊ ആ ഒരു ഗുഹയുടെ ഉള്ളിൽ കാണിക്കുകയാണ് ആനിക്കും ആ ഒരു പ്രശ്നം വരാൻ തുടങ്ങിയിട്ടുണ്ട്. പതിയെ അവളുടെ ബ്ലഡ് ഒക്കെ ഫ്രീസ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള ബ്ലീഡിങ്ങും വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നീ സ്വാർത്ഥനായിട്ടുള്ള മനുഷ്യൻ, അതായത് എലൈറ്റ് അവൾക്കും ആ ഒരു മരുന്ന് കൊടുക്കുന്നില്ല കേട്ടോ. ഇപ്പൊ ഇയാളുടെ കയ്യിലാണ് വാക്കി ടോക്കി ഉള്ളത്. അതിലേക്ക് കോള് വരികയാണ്. വിളിച്ചത് ഈ വിക്കാണ് കേട്ടോ. അപ്പൊ വിളിച്ച സമയത്ത് തന്നെ വിക്ക് ചോദിക്കുന്നത് ആനി ജീവനോടെ ഉണ്ടോ എന്നാണ്. അപ്പൊ ഈ എലൈറ്റ് ജീവനോടെ ഉണ്ട്, ഇതാരാ സംസാരിക്കുന്നത് ചോദിച്ചപ്പോൾ എന്റെ പേര് വിക്കി എന്ന് പറയണം. ആ പേര് കേട്ടപ്പോൾ തന്നെ ഈ എലൈറ്റിന്റെ മുഖം ഒന്ന് മാറുന്നുണ്ട്. എന്തുകൊണ്ടാണ് വിക്കിന്റെ പേര് കേട്ടപ്പോൾ എലൈറ്റിന്റെ മുഖം മാറിയത് എന്നറിയില്ല. എന്തായാലും അധികം വൈകാതെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരും എന്നിപ്പോ ഈ എലൈറ്റിനോട് വിക്ക് പറയാണ്. അതുപോലെ തന്നെ ആനിയുടെ ആ ഒരു അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി കഥ കേൾക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ 2ാമത്തെ ചാനൽ മല്ലു എക്സ്പ്ലെയിനർ ഇന്ത്യൻ, അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് ലെവലിലായിട്ടുള്ള നിങ്ങൾ അറിയാത്ത ഒരുപാട് സിനിമകളുണ്ട്. അങ്ങനെയുള്ള കഥകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന
ചെയ്യുന്ന ഒരു ചാനലാണത്. തീർച്ചയായിട്ടും അതുകൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഞാൻ കൊടുക്കുന്നുണ്ട്. കഥയിലേക്ക് തിരിച്ചു വരാം. ഇപ്പൊ മോണിക അതുപോലെ തന്നെ റോക്കി ഇവർ രണ്ടുപേരും മറ്റൊരു ദിശയിലൂടെ കയറി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ റോക്കി ആണെങ്കിൽ ആള് ഭയങ്കര ജോളിയായിട്ടുള്ള ആളാണ്, നല്ല ഫൺ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കയറി വരുന്നത്. എന്നാൽ ഇതിന്റെ ഇടയ്ക്ക് ഒരു പണി കിട്ടുന്നുണ്ട്. ഇവന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് തെന്നി താഴേക്ക് പോവാണ്. അപ്പൊ ഇത് പിടിക്കാനായിട്ട് അതിന്റെ പിറകാലെ റോക്കി ചെല്ലുകയാണ്. അവസാനം ഇതിൽ പിടുത്തം കിട്ടി, പക്ഷെ അവൻ ആ കുഴിയിലേക്ക് അങ്ങ് വീഴാൻ പോവാണ്. അപ്പോഴേക്കും ഈ കയ്യിൽ കോടാലി ഉണ്ടാവുമല്ലോ, ഈ ഐസിൽ പിടിച്ചു കയറാൻ ഉപയോഗിക്കുന്നത്, അത് കൊത്തി അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഐസ് പാളി അത് പൊട്ടാൻ വേണ്ടി നിൽക്കുകയാണ്. പൊട്ടിയാൽ എത്രയോ ആഴങ്ങളിലേക്കാണ് ചെന്ന് വീഴുക. ഇപ്പൊ മോണിക ഒരു വിധത്തിൽ അങ്ങോട്ടേക്ക് പതിയെ പതിയെ വരുന്നുണ്ട്. അവളുടെ കയ്യിൽ ആ ഒരു റോപ്പ് അവന്റെ ആ ഒരു കോടാലിയിൽ കൊളത്താൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ആ ഐസ് കട്ട പൊട്ടുകയാണ്. എന്തായാലും ഭാഗ്യത്തിന് റോപ്പില് കയറ് കുടുങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഒരു കഷ്ണം തന്നെ അവിടെ നിന്ന് അറ്റ് വീണ് പോയില്ലേ, ആ കഷ്ണത്തുമ്പോൾ തന്നെയായിരുന്നു ഇപ്പൊ മോണിക ഉണ്ടായിരുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടെ ആ വലിയ ചെരുവില് ആ കൊക്കയുടെ സൈഡിലായിട്ട് അങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ആനിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പൊ ടോമിന് അതുപോലെ തന്നെ ആനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുകയാണ് ആ ഒരു മരുന്ന് ഇല്ലാത്തത് കൊണ്ട് തന്നെ. അതുകൊണ്ട് ആനി ഒരു റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു. ഇവര് നിൽക്കുന്നതിന്റെ അപ്പുറം ഭാഗത്തായിട്ട് ഒരു ബാഗ് കണ്ടില്ലേ, അതെടുക്കാൻ തന്നെ അത്യാവശ്യം റിസ്ക് ഉള്ള പരിപാടിയാണ്. എന്തായാലും അവൾ അത് എടുക്കാനായിട്ട് പതിയെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നല്ല ധൈര്യം വേണം ആ പരിപാടി ചെയ്യണമെങ്കിൽ. ഇതേ സമയത്ത് തന്നെ മോണികയും റിക്കിയും കൂടെ ആ ഒരു റോപ്പിൽ അങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. ഇപ്പൊ മോണിക പറയാണ്, നീ എങ്ങനെയെങ്കിലും ആടി പോയിട്ട് ആ സൈഡിലുള്ള പാറയിൽ പിടിക്കുക, അത് പിടിച്ചാൽ നമുക്ക് രക്ഷപ്പെടാം. അങ്ങനെ ആടി ആടി അവസാനം പോയിട്ട് റോക്കി അതിൽ പിടിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഗുഹയുടെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ ആനി ഒരു വിധത്തിൽ ആ ഒരു ബാഗ് എടുത്തുകൊണ്ട് തിരിച്ചു വരികയാണ്. ഇതേ സമയത്താണല്ലോ മറ്റൊരു ഭാഗത്ത് ഈ റോക്കി മറ്റൊരു കല്ലിൽ പോയി പിടിച്ചത്. എന്നാൽ അവന്റെ ബാഗിൽ ഉണ്ടായിരുന്ന ആ ഒരു ലിക്വിഡ് പതിയെ താഴേക്ക് വീഴാണ്, ഒരൊറ്റ പൊട്ടലാണ്. പിന്നീട് അതിന്റെ ആ ഒരു ബ്ലാസ്റ്റ് കാരണം നമ്മുടെ ആനി പതിയെ പതിയെ ഇങ്ങനെ ക്രോസ് ആയി വരുന്നുണ്ടല്ലോ. അവളും അതിൽ പെട്ടുപോവാണ്. ആ ഒരു വൈബ്രേഷൻ ഉള്ളിലേക്ക് വന്നതുകൊണ്ട് തന്നെ അവളുടെ കാലം തന്നെ അവൾ താഴേക്ക് വീഴുന്നുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും ഇവർ അറിയുന്നില്ലല്ലോ. ഇപ്പോ ഈ റോക്കിയെ നോക്കുകയാണെങ്കിൽ ഒരു വിധത്തിൽ അവൻ ഇങ്ങനെയൊക്കെ പിടിച്ച് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ മോണിക നോക്കുമ്പോൾ തൂങ്ങിക്കെടുക്കുന്ന അവളുടെ സൈഡിലേക്ക് ഒരു കയറ് വന്ന് വീഴാണ്. നോക്കുമ്പോൾ ആരാണ്, റോക്കി നേരത്തെ കയറി പോയിട്ടുണ്ട് കേട്ടോ. നല്ല ഗത്തിൽ നല്ല ധൈര്യമായിട്ട് അവൻ നിൽക്കുകയാണ്. എന്നോട് ഈ കളി ഇവിടെ മര്യാദക്ക് അതിങ്ങോട്ടേക്ക് അടുപ്പിച്ചിടുക എന്നൊക്കെ മോണിക പറയുമ്പോൾ പെട്ടെന്ന് എന്താ അറിയില്ല ഇവന്റെ മുഖം ആകെ മാറുകയാണ്, റോക്കിയുടെ മുഖം. പിന്നീട് അതൊരു ഭയമായിട്ട് മാറുകയാണ്. അധികം വൈകിയില്ല, ഒരു കൂട്ടം മഞ്ഞ് ഒലിച്ച് വന്നിട്ട് ഈ റോക്കി എടുത്തുകൊണ്ട് ആ കൊക്കയിലേക്ക് പോവാണ്. സ്പോട്ടിൽ തന്നെ അവൻ മരിക്കുന്നുണ്ട്. പിന്നീട് എങ്ങനെയൊക്കെയോ ഒരു വിധത്തിലാണ് നമ്മുടെ മോണിക അതിന്റെ മുകളിലേക്ക് കയറി വന്നത്. അതായത് റോപ്പിൽ തൂങ്ങിക്കിടക്കുന്നതുകൊണ്ട് അവൾക്ക് ഇത് വലിയ എഫക്റ്റ് ആയില്ല, ആ പാറയോട് ചേർന്ന് നിൽക്കുകയായിരുന്നു. സോ ഇപ്പൊ ഉണ്ടായിരുന്ന ആ ഒരു ബോംബ് ബ്ലാസ്റ്റും ശബ്ദവും കാര്യങ്ങളൊക്കെ റോക്കിയുടെ അനിയനായിട്ടുള്ള റിക്കി കേൾക്കുന്നുണ്ട്. സോ അവനിങ്ങനെ ഉറക്കനെ വിളിക്കുന്നുണ്ട് ചേട്ടനെ, പക്ഷെ അത്രയും ദൂരെ ആയതുകൊണ്ട് തന്നെ കേൾക്കുന്നൊന്നുമില്ല. അതുപോലെ അനിയെ നോക്കുകയാണെങ്കിൽ അവൾ എങ്ങനെയൊക്കെ ആ ഒരു വീണതിൽ നിന്ന് രക്ഷപ്പെട്ട് മുകളിലേക്ക് വന്ന് കയ്യിൽ ഇപ്പൊ ആ ഒരു ബാഗുണ്ട്. അതുപോലെ തന്നെ അവൾക്ക് കിട്ടിയ ബാഗിൽ ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം എടുത്തിട്ട് ടോമിനെ ഇഞ്ചക്ട് ചെയ്യുന്നുണ്ട്. അവനെ ആശ്വസിപ്പിക്കുകയാണ്, പേടിക്കൊന്നും വേണ്ട, രക്ഷപ്പെടുത്താനായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. ഇതേ സമയം റോക്കിയുടെ കൂടെ ഉണ്ടായിരുന്ന മോണിക്ക എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് വന്നു എന്ന് പറഞ്ഞില്ലേ, അവളിപ്പോ നേരെ നമ്മുടെ പീറ്ററിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അവളുടെ കയ്യിൽ ആ ഒരു ഗ്ലൗസ് ഊരിയിട്ട് പീറ്ററിനെ കാണിക്കുമ്പോൾ പീറ്റർ തന്നെ ഞെട്ടിപ്പോയി. വിരല് ഒരു പ്രത്യേക രീതിയിൽ മടങ്ങി പണഞ്ഞ് കിടക്കുകയാണ്. അത് നേരാക്കാൻ വേണ്ടിയിട്ട് പീറ്ററിനോട് പറയുന്നുണ്ട്. നല്ല വേദന മോണിക്ക സഹിക്കുന്നുണ്ട്. എന്നാലും ഇപ്പൊ അത് പീറ്റർ എങ്ങനെയൊക്കെയോ പിരിച്ച് ലെവലാക്കി എടുക്കുകയാണ്. മാത്രമല്ല ഇപ്പൊ കരീമും അതുപോലെ തന്നെ റിക്കിയും അവരങ്ങനെ പോകുന്ന സമയത്ത് അവർക്ക് മനസ്സിലായി റോക്കി മരണപ്പെട്ട് കഴിഞ്ഞു എന്ന്. ചേട്ടനല്ലേ വിഷമില്ലാതിരിക്കുവോ? റിക്കി ഭയങ്കര ശോകമായിട്ട് കരഞ്ഞുകൊണ്ടങ്ങനെ ഇരിക്കുമ്പോൾ കരീമ് പറയാണ്, നമുക്ക് പലരെയും നഷ്ടമായിട്ടുണ്ട്, പക്ഷെ നമ്മളൊരു ദൗത്യത്തിന് ഇറങ്ങിയിരിക്കുകയാണ്, ഒരു ലക്ഷ്യമുണ്ട്. ഇപ്പൊ തൽക്കാലം നമ്മൾ അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഇപ്പൊ മറ്റൊരു സ്ഥലത്ത്, അതായത് ഇവിടെയൊന്നുമല്ല, ഇവർക്ക് ആ ഒരു എന്താ പറയുക ലിക്വിഡ് കൊടുത്തില്ലേ, ബ്ലാസ്റ്റ് ചെയ്യുന്ന ലിക്വിഡ്, അത് കൊടുത്ത് ആ ഒരു പട്ടാള ക്യാമ്പിൽ കാണിക്കുകയാണ്. നേരത്തെ ഈ ഒരു ലിക്വിഡ് എടുത്ത സമയത്ത് അതിന്റെ ആ ഒരു പെട്ടി ഇവർ മൂടിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഈ ക്യാമ്പിന്റെ മുകൾ ഭാഗത്തായിട്ട് ചെറിയൊരു ഹോൾ ഉണ്ടായിരുന്നു. സൂര്യൻ പതിയെ ചലിച്ച് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ അതിൽ ആ ഒരു പ്രകാശം ഇതിന്റെ മേലെ പതിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അത് പൊട്ടുന്നുണ്ട്. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ക്യാപ്റ്റന് കാര്യം മനസ്സിലായത്. അതായത് ഈ ഒരു ലിക്വിഡ് ചൂട് കൊണ്ട് മാത്രമല്ല സൂര്യപ്രകാശം തട്ടിയാലും ഉടനെ ഇത് പൊട്ടും. വേഗം തന്നെ സ്കിപ്പിനെ വിളിക്കുകയാണ്. കാരണം സ്കിപ്പൊക്കെ താഴെ ക്യാമ്പിലാണല്ലോ. ഈ സ്കിപ്പിന് മാത്രമേ മുകളിലുള്ള കയറിപ്പോയ ആൾക്കാരുമായിട്ട് ബന്ധമുള്ളൂ. അങ്ങനെ സ്കിപ്പിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് വേഗം തന്നെ സ്കിപ്പ് വിക്കിനെ വിളിക്കുകയാണ്. അതായത് നമ്മുടെ അപ്പൂപ്പന് തന്നെ. അപ്പൂപ്പൻ വേഗം തന്നെ ഈ ഒരു കാര്യം മനസ്സിലാക്കിയപ്പോൾ പീറ്ററിനെ വിളിക്കുകയാണ്. അവന്റെ കയ്യിലുള്ള ആ ഒരു ബാഗുമായിട്ട് വേഗം തന്നെ തണലുള്ള ഭാഗത്തേക്ക് പോവാണ്. പിന്നീട് കുറച്ച് ഐസ് കട്ടകൾ ഇതിന്റെ മേലെ കെട്ടിട്ട് അതിനെ മൂടി വെക്കുകയാണ്. എന്നാൽ പ്രശ്നം ഇവിടെ തീർന്നില്ല. കാരണം കരീമിന്റെ കയ്യിലും റിക്കിയുടെ കയ്യിലും ഇതേ ലിക്വിഡ് തന്നെ ഉണ്ട്. അവരെ വാക്കി ടോക്കിയിൽ വിളിക്കാൻ നോക്കുന്ന സമയത്ത് ഇവരുടെ വാക്കി ടോക്കി ഓഫ് ആണ്. നോക്കുമ്പോൾ കുറച്ച് അകലെയായിട്ട് അവരെ കാണുന്നുണ്ട്. കൈയും കാലെല്ലാം കാണിച്ച് ഇവരോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവരും അതുപോലെ തന്നെ മറുപടി പറയാണ്. പക്ഷെ എന്തോ മനസ്സിലായി, വാക്കി ടോക്കി ഓൺ ആക്കാണ്. കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇവർക്കും പേടിയായി. പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന തണലുള്ള ഭാഗത്തേക്ക് ഈ ബാഗ് റിക്കിയും അതുപോലെ തന്നെ കരീമും കൊണ്ടുപോകുന്നുണ്ട്. അതിന്റെ മേലേക്ക് പിന്നീട് കുറെ മഞ്ഞും കാര്യങ്ങളൊക്കെ വാരിയിടാണ്. ആശ്വാസമായി, രക്ഷപ്പെട്ടല്ലോ എന്ന് ഇവർ കരുതി നിൽക്കുന്ന സമയത്ത് ഇതിൽ നിന്നും ആ ഒരു ബോട്ടിൽ ചെറുതായിട്ട് ലീക്ക് ആവുന്നുണ്ടായിരുന്നു. ഇവർ കാണാതെ തന്നെ ഒരു ഭാഗത്തോട് പതിയെ ഒലിക്കുന്നുണ്ട്. ഒലിച്ചൊലിച്ച അവസാനം ഇത് സൂര്യപ്രകാശത്തിൽ തട്ടുകയാണ്, സ്പോട്ടിൽ പൊട്ടുന്നുണ്ട്. രണ്ടുപേരും അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയാണ്, കരീം അതുപോലെ തന്നെ റിക്കി. അതുപോലെ തന്നെ താഴെയുള്ളവർക്ക് ഒരെത്തും പിടികിട്ടുന്നില്ല. കാരണം ഇവർ നോക്കുമ്പോൾ മുകളിൽ വെച്ച് 2 ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഇതേ സമയത്ത് തന്നെ അവിടെ ഒരു ബ്ലാസ്റ്റ് സംഭവിച്ചല്ലോ. അപ്പൊ മഞ്ഞുപാളികൾ കുറെയൊക്കെ ഇളകി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട്. ഈ സമയത്ത് മോണിക ഈ മഞ്ഞുപാളികൾക്കിടയിലായിട്ട് ഒരു സ്ത്രീയുടെ മൃതദേഹം കാണുകയാണ്. അവളാകെ പേടിച്ചു പോയി നിലവിളിക്കുകയാണ്. ഈ ശബ്ദം കേട്ട് വിക്കും അതുപോലെ തന്നെ പീറ്ററും അങ്ങോട്ടേക്ക് വന്നു നോക്കുന്ന സമയത്ത് വിക്ക് ചെറുതായിട്ടൊന്ന് ഞെട്ടുന്നുണ്ട്. കാരണം 5 വർഷമായിട്ട് അവൻ തിരിയുന്ന അവന്റെ ഭാര്യയുടെ ബോഡിയാണ് അവിടെ കാണുന്നത്. മാത്രമല്ല അതിന്റെ
അടുത്തേക്ക് ചെന്നിട്ട് ആ ഒരു ബോഡിയിൽ കുറെ നേരം നോക്കി അതിന്റെ അടിഭാഗത്തൊക്കെ എന്തൊക്കെയോ അവൻ തപ്പുന്നുണ്ട്. ഇതേ സമയത്ത് അങ്ങോട്ടേക്ക് വന്ന പീറ്റർ പറയണം, നിങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ഇഞ്ചക്ഷൻ ആണോ, അത് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നാണ് നിങ്ങൾ തപ്പുന്നത്. എനിക്കറിയാം 5 വർഷങ്ങൾക്ക് മുന്നേ എലൈറ്റിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ആ ഒരു ഗാർഡ് നിന്റെ ഭാര്യയായിരുന്നു എന്ന്. അതുപോലെ തന്നെ എലൈറ്റിന്റെ കയ്യിൽ ആ ഒരു മരുന്ന് ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങളുടെ ഭാര്യയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആ ഒരു മരുന്ന് അവൻ എടുത്തിട്ടുണ്ടാവും. ഇതൊക്കെയല്ലേ വിക്കെ നിങ്ങൾ സംശയിക്കുന്നത്? അതുകൊണ്ടല്ലേ വിക്കെ നിങ്ങൾക്ക് എലൈറ്റിനോട് ഇത്ര ദേഷ്യം? പക്ഷേ ഈ കാര്യം എങ്ങനെയാണ് വിക്ക് നിങ്ങൾ കൺഫേം ചെയ്യുന്നത്? നിന്റെ ഭാര്യയുടെ കയ്യിൽ നിന്നും ആ ഒരു ഇഞ്ചക്ഷൻ എലൈറ്റ് എടുത്തിട്ടുണ്ടാവുന്ന എന്താ നിനക്ക് ഉറപ്പ്? ഇതേ സമയത്ത് തന്നെ വിക്ക് പറയാണ്, ഈ ഒരു സംഭവം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ സമയത്ത് ഈ എലൈറ്റിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവിൽ അവൻ പറഞ്ഞത് അവന്റെ കയ്യിൽ ഇതുപോലെ ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഇവരുടെ കൂടെ വന്ന ആ ഒരു ഗൈഡ് ആ സ്ത്രീയുടെ കയ്യിൽ ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നില്ല എന്ന് വിക്ക് അതൊരിക്കലും വിശ്വസിച്ചില്ല. കാരണം എന്താ അറിയോ, അവന്റെ ഭാര്യ മല കയറാൻ പോവുകയാണെങ്കിൽ 100% ഒരു 10 തവണയെങ്കിലും ഈ മരുന്ന് കയ്യിലുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യും. അതിനർത്ഥം എന്താണ്? വിക്കിന്റെ ഭാര്യയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മരുന്നാണ് എലൈറ്റ് എടുത്തിട്ടുള്ളത്. അതിനർത്ഥം അവൻ തന്നെ കൊന്നതാണ്, പച്ചക്ക് കൊന്നതാണ്. ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും അവളുടെ മരണത്തിന് കാരണം എലൈറ്റ് തന്നെയാണ്. കുറച്ച് സമയം കഴിഞ്ഞു ഇവരങ്ങനെ വിശ്രമിക്കുമ്പോൾ പെട്ടെന്ന് പീറ്ററിന്റെ ആ ഒരു വാക്കി ടോക്കി ഓൺ ആവുകയാണ്. അതായത് ആനിയുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ റെഡി ആയിട്ടുണ്ട്. സോ അവളിങ്ങനെ പീറ്ററുമായിട്ട് സംസാരിക്കുകയാണ്, ചേട്ടാ എന്നോട് ക്ഷമിക്കണം കേട്ടോ, കാരണം അന്ന് അച്ഛൻ അങ്ങനെ എന്തുകൊണ്ട് പറഞ്ഞു, ചേട്ടൻ എന്തുകൊണ്ട് ചെയ്തു എന്നൊക്കെ എനിക്കിപ്പം മനസ്സിലായി. കാരണം ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഇവിടെ പെട്ടെടുക്കുമ്പോൾ ഏറ്റവും വലിയ എന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് അത് ചേട്ടന്റെ ജീവനാണ്. എന്നെ തേടി വന്ന് ചേട്ടൻ മരണപ്പെടരുത്, ചേട്ടൻ തിരിച്ചു പോയിക്കോ ചേട്ടാ. കാരണം അധിക നേരമില്ല, ആ ഒരു മരുന്ന് ഞങ്ങളുടെ കയ്യിലില്ല. ചേട്ടനോട് ഒരുപാട് തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് മാനസികമായിട്ട് നിന്നിൽ നിന്ന് അകന്നു നിന്നിട്ടുണ്ട്. എല്ലാത്തിനും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്, നീ തിരിച്ചു പോടാന്ന് ആനി ഇങ്ങനെ പറയുമ്പോൾ പീറ്റർ പറയാണ്, ആനി ഞാൻ ഇവിടുന്ന് പോവുകയാണെങ്കിൽ എന്റെ ശവമായിട്ടായിരിക്കും ഞാൻ ഇവിടുന്ന് പോവുക, അല്ലാതെ ഞാൻ പോവുകയാണെങ്കിൽ എന്റെ കൂടെ നീ ഉണ്ടാവും ആനി. ഇത് കേട്ട സമയത്ത് ആനിക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്, ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട്. തന്നെ എന്തായാലും ചേട്ടൻ വന്ന് രക്ഷപ്പെടുത്തണമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് അവളുടെ ഉള്ളിലേക്ക് വല്ലാതെ കയറിക്കൂടി. അതുപോലെ തന്നെ ബിസിനസ്സുകാരനായിട്ടുള്ള എലൈറ്റിനെ നോക്കുകയാണെങ്കിൽ ഇയാൾ എന്തോ ഒരു സൂചി എടുത്തു വന്നിട്ട് അവിടെ തന്നെ പകുതി ജീവനായിട്ട് കിടക്കുന്ന ടോം ഉണ്ടല്ലോ, ഇവന്റെ കഴുത്തിലേക്ക് ഈ സൂചി കുത്തി അവനെ കൊന്നുകളയാണ്. എന്നിട്ട് അവന് വേണ്ടി മാറ്റിവെച്ച ആ ഒരു ഇഞ്ചക്ഷനും കൂടി എടുത്തിട്ട് ഈ എലൈറ്റ് ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നേരം ബാക്കിയുള്ള ആൾക്കാരെക്കാളും നല്ല എനർജറ്റിക് ആയിട്ട് ഇയാൾക്ക് ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നത്. ഭയങ്കര സ്വാർത്ഥമായിട്ട് ബാക്കിയുള്ളവർ മരിച്ചോട്ടെ, ഇപ്പൊ നടത്തിയതിന് ഒരു കൊലപാതകമാണ്, പക്ക ക്രിമിനലാണ് ഇയാൾ. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇതേ സമയത്ത് തന്നെ വിക്കിനെ നോക്കുകയാണെങ്കിൽ കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇയാൾ നേരെ പീറ്ററിനെ വിളിക്കാൻ വേണ്ടി പോവാണ്. മതി റെസ്റ്റ് എടുത്തത്, വേഗം പോകണമെന്ന് പറഞ്ഞിട്ട് ആ ടെന്റിന്റെ ഉള്ളിലേക്ക് നോക്കിയ സമയത്ത് അതിന്റെ ഉള്ളിൽ പീറ്റർ ഉണ്ടായിരുന്നില്ല. കാരണം കഴിഞ്ഞ രാത്രി അവൻ റെസ്റ്റ് ചെയ്തിട്ടില്ല, കണ്ടിന്യൂസ് ആയിട്ട് അവൻ ആ ഒരു മല കയറിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അവന്റെ കൂടെ തന്നെ മോണിക ഉണ്ടായിരുന്നു. കാരണം എന്താണ്, അവന്റെ അനിയത്തി എത്രയും പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് എത്താൻ പറ്റുമോ, രക്ഷപ്പെടുത്താൻ പറ്റുമോ, ആ ഒരു ചിന്ത മാത്രമേ പീറ്ററിനുള്ളൂ. ഇതുപോലെ തന്നെ ആനിയെ കാണിക്കുകയാണ്. ആനിപ്പോ വയ്യാതെ കിടക്കുന്ന ആ ഒരു ടോമിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവൻ മരണപ്പെട്ട് കിടക്കുകയാണ്, കഴുത്തിലൊരു സൂചിയും കരി കിടക്കുന്നുണ്ട്. ഇത് ചെയ്തത് എലൈറ്റ് ആണെന്ന് അവൾക്ക് നന്നായിട്ട് മനസ്സിലായി. അതുപോലെ തന്നെ ഈ എലൈറ്റിനെ നോക്കുകയാണെങ്കിൽ ഇയാൾക്ക് മുകളിലേക്ക് കയറി പോകാനായിട്ട് ചെറിയ എന്തോ തുളയോ അങ്ങനെ എന്തോ ഒരു കാര്യം ഇയാൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും സെൽഫിഷ് ആയിട്ട് മാത്രം ചിന്തിക്കുന്നു. പക്ഷെ ഇവിടെ വെച്ച് നമ്മുടെ ആനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനും കഴിയുന്നില്ല. ഇതേ സമയത്ത് തന്നെ പീറ്ററും മോണികയും കൂടെ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി വലിയൊരു കൊക്ക താണ്ടി വേണം അപ്പുറത്തേക്ക് കിടക്കാനായിട്ട്. പക്ഷെ എങ്ങനെ കിടക്കാനാ? ഇത് കിടക്കാൻ മാത്രമുള്ള എക്സ്പീരിയൻസ് ഒന്നും പീറ്ററിനില്ല. നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള നമ്മുടെ ആനിയെ പോലെയുള്ള ഒരാളാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഇതൊരിക്കലും നമുക്ക് കിടക്കാൻ പറ്റില്ല എന്ന് തന്നെ മോണിക പറയാണ്. എന്നാൽ മോണിക നോക്കുമ്പോൾ അവിടെ പീറ്ററിനെ കാണാനില്ല. അവൻ കുറച്ച് പിന്നിലേക്ക് പോയിട്ടുണ്ട്. രണ്ടും കൽപ്പിച്ച് 2 കയ്യിലും ഓരോ കാവടോലി പിടിച്ച് വന്നിട്ട് ഒരേറ്റ ചാട്ടാണ് കേട്ടോ. അത്രയും ആഴമുള്ള ആ ഒരു ചെരുവിലേക്ക് എന്തായാലും ചാടിയതിന് ഉപകാരം ഉണ്ടായി. വിചാരിച്ചതുപോലെ തന്നെ ആ കോടാലി ആ ഒരു ചെരുവിലേക്ക് കുത്തി നിർത്തിയിട്ട് ആ റോപ്പ് അവിടെ കണക്ട് ചെയ്യാണ്. അങ്ങനെ 2 പേരും കൂടി ഇപ്പുറത്തേക്ക് വന്നു. അതുപോലെ തന്നെ ഇപ്പൊ ആ ഒരു കുഴിയുടെ ഉള്ളിൽ കാണിക്കുകയാണ് ആനി, അതുപോലെ തന്നെ ഈ എലൈറ്റ്. ഇവർ 2 പേരും മാത്രമേ ഇപ്പൊ ജീവനോടെ ഉള്ളൂ. ഇനിയിപ്പോ സപ്പോസ് അവളുടെ ചേട്ടൻ ഏകദേശം ഇവിടെ എത്താനായിട്ടുണ്ട്. അങ്ങനെ ചേട്ടൻ എത്തുകയാണെങ്കിൽ ചേട്ടന് ഈ ഒരു സ്ഥലം ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവണമെങ്കിൽ നമ്മളൊരു സിഗ്നൽ കൊടുക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് തന്നെ ആനിയും അതുപോലെ തന്നെ എലൈറ്റും കൂടി ഇവരുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പേന, ബാക്കിയുള്ള മഷി, ഫ്ലയേഴ്സ് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെയോ ഒരു മിശ്രിതം ഉണ്ടാക്കിയിട്ട് ഒരു വെള്ളത്തിൽ ഒഴിച്ച് ഇത് കലക്കി മുകളിൽ കൊണ്ടുപോയിട്ട് പൊട്ടിക്കാം എന്നാണ് ഇവരുടെ പദ്ധതി. പക്ഷെ കലക്കാനായിട്ട് ഇവരുടെ കയ്യിൽ വെള്ളമില്ലായിരുന്നു. ഐസ് ഉരുക്കുന്ന ആ ഒരു സിലിണ്ടർ അതിന്റെ ആ ഒരു പണി ഏകദേശം തീർന്നിട്ടുണ്ട്. സോ സിഗ്നൽ കൊടുത്തിട്ടില്ലെങ്കിൽ പീറ്ററിന് ഇവർ കിടക്കുന്ന ഈ അടിഭാഗം കണ്ടുപിടിക്കാനേ പറ്റില്ല. ഈ സമയത്ത് ഈ എലൈറ്റ് ഒരു ഐഡിയ പറയുന്നുണ്ട്. കുറച്ച് മോശം ഐഡിയ ആണ്, എന്നാലും ഈ സമയത്ത് അതൊന്ന് ട്രൈ ചെയ്തു നോക്കാം എന്ന് ആനും തീരുമാനിക്കുകയാണ്. കാരണം ടോം മരിച്ചല്ലോ, അവന്റെ ശരീരത്തിലെ ആ ഒരു ബ്ലഡ് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ അവന്റെ ശരീരത്തിൽ ഒരു മുറി ഉണ്ടാക്കി അതൊരു കവറിലേക്ക്, അതായത് ബ്ലഡ് ഒരു കവറിലേക്ക് ശേഖരിച്ച് അതിൽ ഈ മഷിയും ബാക്കിയുള്ള ഒരു ഫ്ലെയറും കാര്യങ്ങളൊക്കെ മിക്സ് ആക്കി ഒരു കമ്പ് വഴി ആ ഒരു ചെറിയ ഹോള് ഇയാൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിലൂടെ ഇത് മുകളിലേക്ക് ഇതാക്കിയിട്ട് അങ്ങോട്ട് പൊട്ടിക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് മുഴുവനായിട്ടും ഈ ചോര അങ്ങനെ ചിതറുകയാണ്. കുറച്ച് അകലിൽ നിന്നും വരുന്ന നമ്മുടെ പീറ്റർ ഈ ഒരു കാര്യം കാണുന്നുണ്ട്. മാത്രമല്ല അതിലൂടെ അവൻ എന്തോ ഇട്ട് കൊടുക്കുകയാണ്, ഒരു പേപ്പറിന്റെ കഷ്ണം. അതായത് അവളെ രക്ഷിക്കാനായിട്ട് പീറ്റർ ഇതിന്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ നിങ്ങളൊന്ന് മാറി നിൽക്കണം എന്നായിരുന്നു. അതായത് മുകളിൽ പൊട്ടിത്തെറിപ്പിക്കാൻ വേണ്ടി പോവാണ്, അതായത് ഒരു ബ്ലാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. അതുപോലെ തന്നെ പീറ്റർ അവന്റെ കയ്യിൽ ആ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ അതൊരു ഇച്ചിരി എടുത്ത് ഈ മഞ്ഞ് തളം പോലെ കെട്ടിയിട്ട് അതിലേക്ക് ഒഴിക്കുകയാണ്. മാത്രമല്ല ഇതിലേക്ക് ചെറുതായിട്ട് ടെമ്പറേച്ചർ വരാനായിട്ട് ഒരു സിസ്റ്റവും അവൻ അവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നീട് ഒരു പാറയുടെ പിറകിൽ പോയിട്ട് മോണിക അതുപോലെ തന്നെ പീറ്റർ ഒളിച്ചിരിക്കുകയാണ്. അധികം വൈകിയില്ല, അത് പൊട്ടിച്ചിതറുന്നുണ്ട്. ആ ഒരു കുഴിയുടെ മുകൾ ഭാഗം ഉണ്ടല്ലോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇപ്പൊ പെട്ടെന്ന് തന്നെ പീറ്റർ ചെന്ന് നോക്കുമ്പോൾ ആനി താഴേക്ക് വീണ് കിടക്കുകയാണ്. ചെറുതായിട്ട് ഒരു ബോധക്ഷയം സംഭവിച്ചിട്ടുണ്ട്. വേഗം തന്നെ ഇവർ കോടാലി മഞ്ഞിൽ ഇറക്കി വെച്ച് താഴേക്ക് റോപ്പ് ഇറക്കിയിട്ടുണ്ട്. ഇപ്പൊ ആദ്യം തന്നെ ആനി അതിൽ പിടിച്ച്
പിടിച്ച് പയ്യെ പയ്യെ മുകളിലേക്ക് വരികയാണ്. എന്നാൽ അവളുടെ ആ ഒരു ഫോഴ്സ് ഈ കോടാലിക്ക് താങ്ങാൻ കഴിയുന്നില്ല. പയ്യെ പയ്യെ അത് പൊന്തി അങ്ങനെ വരുന്നുണ്ട്. പൊന്തി വന്നാൽ 3 കൂടെ ഒരുമിച്ച് ആ കുഴിയിലേക്ക് പോവുകയുള്ളൂ, രക്ഷപ്പെടാൻ പറ്റില്ല. എന്നാൽ ഇപ്പോഴാണ് നമ്മുടെ ഹീറോയുടെ എൻട്രി. മറ്റാരുമല്ല, നമ്മുടെ അപ്പൂപ്പൻ തന്നെ. അപ്പൂപ്പൻ വന്നിട്ട് ഈ കോടാലിയുടെ മുകളിൽ ഒരൊറ്റ ചവിട്ടാണ്, ഇത് താന്നു നിന്നിട്ടുണ്ട്. മാത്രമല്ല ഈ കയർ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് പറയാണ്, നിങ്ങൾ ഇത് വിട്, താഴേക്ക് ഞാൻ ഇറങ്ങാന്ന് പറഞ്ഞിട്ട് വലിച്ചു കയറ്റാതെ അപ്പൂപ്പനായിട്ട്, അതായത് വിക്കായിട്ട് തന്നെ നേരെ താഴേക്ക് പോവാണ്. എന്നിട്ട് ആനിയുടെ മേത്ത് ആ ഒരു കയറ് നന്നായിട്ട് കെട്ടുന്നുണ്ട്. ഇപ്പോ വിക്കിനെ നേരിട്ട് കണ്ടപ്പോ ഈ പണക്കാരനായിട്ടുള്ള ബിസിനസ്സുകാരുണ്ടല്ലോ എലൈറ്റ്, ഇയാൾ വിചാരിച്ചു ഇയാളെ തട്ടാനായിട്ട് ദേഷ്യം കൊണ്ട് വിക്കി ഇങ്ങോട്ടേക്ക് വന്നതാണെന്ന്. കാരണം പരസ്പരം രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം എന്താണ് അന്ന് അവിടെ സംഭവിച്ചതെന്ന്. അതായത് എലൈറ്റ് തന്നെയാണ് വിക്കിന്റെ ഭാര്യയെ കൊന്നത്. അതായത് ആ ഒരു മരുന്ന് എടുത്തത് കൊണ്ട് തന്നെയാണ് വിക്കിന്റെ ഭാര്യ മരിച്ചുപോയത്. സോ അയാളായിട്ട് എന്നെ കൊല്ലുന്നതിന് മുന്നേ തിരിച്ചടിക്കാന്ന് കരുതിയിട്ട് എലൈറ്റ് ആദ്യം തന്നെ എന്തോന്നെടുത്ത് വീശാൻ നോക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും വിക്ക് ഇയാളെ കഴുത്തിന് പിടിച്ച് തൂക്കി അങ്ങ് എടുക്കണം എന്ന് കരുതിയിട്ട് ഈ എലൈറ്റിനെ കൊല്ലാനൊന്നും നോക്കുന്നില്ല. വിക്ക് അത്ര വൃത്തിയായിട്ടൊരു മനുഷ്യനൊന്നും ഇല്ല കേട്ടോ. സോ കയർ ഓൾറെഡി പാനിയുടെ മേത്ത് അതുപോലെ തന്നെ വിക്ക് അവന്റെ ദേഹത്തും കെട്ടിയിട്ടുണ്ട്. അതിന്റെ ബാക്കി ഭാഗമായിട്ട് എലൈറ്റിന്റെ മേത്തും കെട്ടുകയാണ്. എന്നിട്ട് ആ ഒരു കയർ വലിക്കാൻ വേണ്ടി മുകളിലേക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നിങ്ങനെ വലിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ആനിയുടെ ബോധം ഏകദേശം പോയിട്ടുണ്ട്. കാരണം എലൈറ്റ് ഉപയോഗിക്കുന്നത് പോലെ ആ ഒരു മരുന്ന് ഉപയോഗിക്കാനായിട്ട് ആനിക്ക് പറ്റിയിട്ടൊന്നുമില്ല, ഇയാൾ കൊടുത്താലല്ലേ പറ്റുള്ളൂ. സോ ഈ ബോധം പോയത് കൊണ്ട് തന്നെ മുകളിലേക്ക് വലിച്ചു കയറ്റുമ്പോൾ അവളുടെ കാല് തട്ടി മഞ്ഞിന്റെ ഒരു പീസ് ചെറുതായിട്ട് ഇളകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുകളിലുള്ള ആ ഒരു കയറിന്റെ ബലം പതിയെ പതിയെ കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പൊ പീറ്ററിനും മോണികക്കും ഇത് മുകളിലേക്ക് വലിച്ചു കയറ്റാൻ പറ്റുന്നില്ല. ഇതേ സമയത്ത് തന്നെ മുകളിലേക്ക് നമ്മുടെ വിക്ക് നോക്കുന്നുണ്ട്. ഇവിടെ ഒരു സാക്രിഫിക്കേഷൻ അത് നിർബന്ധമാണ്. ഇതിങ്ങനെ തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ 3 പേര് മരണപ്പെട്ടു പോകും. അപ്പോൾ ആരെങ്കിലും ഒരാള് താഴേക്ക് പോയേ മതിയാവുള്ളൂ. അതുകൊണ്ട് തന്നെ പീറ്റർ കത്തി കയ്യിലേക്ക് എടുക്കുന്നുണ്ട്. പീറ്റർ അല്ല, നമ്മുടെ അപ്പൂപ്പന് കേട്ടോ. പീറ്ററാണ് പറയുന്നത് വേണ്ട 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 എന്ന്. എന്നാൽ വിക്ക് ഈ പീറ്ററിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ഇതല്ലാതെ മറ്റൊരു രക്ഷയില്ല. കയറ് പതിയെ പതിയെ മുറിക്കാൻ തുടങ്ങുകയാണ്. ഇതേ സമയത്ത് തന്നെ എലൈറ്റ് മരണവെപ്രാളത്തിൽ ഉറക്കനെ നിലവിളിക്കുന്നുണ്ട്. പഞ്ഞക്കിളവ് അത് മുറിക്കില്ല, നമ്മൾ രണ്ടുപേരും താഴേക്ക് വീണ് ചാവും, പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല. എന്നാൽ അതൊന്നും കേൾക്കാതെ വിക്ക് ആ കയറ് മുറിച്ചു കളിയാണ്. രണ്ടുപേരും കൂടെ ആ ഒരു കുഴിയിലേക്ക് ചെന്ന് വീഴുന്നുണ്ട്. വിക്ക് മരണപ്പെട്ടതിൽ ചെറിയൊരു സങ്കടമുണ്ട്. പക്ഷേ എലൈറ്റ് മരണപ്പെട്ടതിൽ വലിയ സങ്കടമൊന്നുമില്ല. ഇത്രയും സ്വാർത്ഥനായിട്ടുള്ള ഒരു മനുഷ്യൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആനിയെ മോണികയും പീറ്ററും കൂടെ മുകളിലേക്ക് വലിച്ചു കയറ്റുന്നുണ്ട്. പയ്യെ പയ്യെ അവർ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ്. രക്ഷപ്പെടുത്താനായിട്ട് ഹെലികോപ്റ്റർ വന്നു. ഇവരങ്ങനെ താഴേക്ക് പോയി. ഇപ്പൊ ആനി ആ ഒരു ക്യാമ്പിലാണ്. അത്യാവശ്യം ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ അവൾക്ക് കിട്ടിയിട്ടുണ്ട്, ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ ഭയങ്കര ടെൻഷനായിട്ട് പീറ്റർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പൊ മോണിക പറയാണ് പേടിക്കൊന്നും വേണ്ട, പെങ്ങള് നല്ല ഹെൽത്തിയാണ്. ഇപ്പൊ പീറ്റർ നേരെ ആനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവളുടെ കണ്ണുകളിലൂടെ കാണാൻ കഴിയും അവൾ എത്രയോ തവണ പീറ്ററിനോട് മാപ്പ് പറഞ്ഞു കഴിഞ്ഞു. 3 വർഷമായിട്ട് അവനിൽ നിന്നും പിരിഞ്ഞു നിൽക്കുകയായിരുന്നു. എന്നാൽ പീറ്ററിന് അനിയത്തി അങ്ങനെ വിട്ട് കളയാൻ പറ്റുമോ? അവളുടെ അടുത്തേക്ക് വരികയാണ്. പീറ്ററിന് അതൊന്നും ഒരു വിഷയമല്ല കേട്ടോ. അനിയത്തിയെ ജീവനോടെ തിരിച്ചു കിട്ടിയല്ല. സന്തോഷം കൊണ്ട് അവളുടെ നെറ്റിയിലൊന്ന് ചുംബിക്കുന്നുണ്ട്. പിന്നെ ചിരിച്ച മുഖവുമായിട്ട് നമ്മുടെ പീറ്റർ പുറത്തേക്ക് വരികയാണ്. മാത്രമല്ല ഈ യാത്രയിൽ മരണപ്പെട്ടു പോയ എല്ലാവരുടെ ഫോട്ടോയും അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കല്ലിൽ അല്ലെങ്കിൽ ആ ഒരു പ്ലേറ്റിൽ അവരുടെ ആ ഒരു ഫോട്ടോ വെച്ച് അവർക്കായിട്ടുള്ള ആ ഒരു ഓർമ്മ പോലെ അവിടെ വെച്ചിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് സിനിമയോട് തീരുന്നത്. അപ്പോൾ ഒരു ഗംഭീര സർവൈവർ ത്രില്ലർ ആയിരുന്നില്ലേ? കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ ചാനലിലെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ അതിലൂടെ ഒന്ന് കയറി നോക്കി അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിലും നല്ല കഥകൾ വന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.